യോഗത്തിൻ്റെ ശേഷിയും ശക്തിയും തിരിച്ചറിയാത്ത ഒരു പാശ്ചാത്യ ഭരണ സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പിന്നീട് അവസാനം കർദിനാൾ അവരെടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇവരെ എടുക്കുന്നത് യോഗത്തിൻ്റെ തീരുമാനം എന്ന നിലയിലല്ല, പ്രത്യേക കരിയാറ്റിൽ കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കണേ. അപ്പോൾ യോഗം എന്ന് പറയുന്നതിന് ഒരു വല്ലാത്തൊരു അർത്ഥം ഇവിടുത്തെ പൈതൃകത്തിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ആ പള്ളിയോഗം എന്ന് പറഞ്ഞത് യോഗം മാത്രമല്ല, ആത്മീയ ആചാര്യനോട് ചേർന്നുള്ളൊരു യോഗം, അതിലെടുക്കുന്ന തീരുമാനം അലംഘനീയമാണ് എന്നൊരു സ്വഭാവം. മറ്റൊന്ന്, ഈ പാശ്ചാത്യത്തിൽ നിന്ന് മിഷണറിമാർ തുടർച്ചയായിട്ട് അയക്കുന്നതിന് ഒരു കാരണം, അവിടുത്തെ മെത്രാന്മാരെ അയക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സഭയുടെ ചരിത്രം അറിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ചരിത്രവും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം പോർട്ടുഗീസ് ഭാഷയിൽ എഴുതി പോർട്ടുഗീസ് രാജാവിന് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പേജ് 254 ഒരു ചരിത്രം മുഴുവൻ വിശദീകരിച്ചെഴുതിയിട്ട് അദ്ദേഹം കൊടുക്കുകയാണ്. ഇപ്പോൾ ബിബ്ലിയത്തെക്ക നസിയോണിൽ ആ പുസ്തകമുണ്ട്, ആ മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, റീനുദ മലബാർ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട കൂടപ്പുഴച്ചൻ പറഞ്ഞ ഈ സാമ്പത്തിക സ്വാശ്രയത്വം. അപ്പോൾ എല്ലാ പള്ളികളിൽ നിന്നും മിച്ചം കിട്ടുന്നത് ശേഖരിച്ചിട്ട് ആർച്ച് ഡീക്കനെയും ഗവർണറേയും 12 കാനോനിസ്റ്റുകൾക്കടുത്ത ചിറ്റാഴ്മക്കാരെയും പോറ്റാൻ വേണ്ടിയിട്ട് ഈ കാശ് 4 ഇടത്തായിട്ട് കാണമിടണമെന്നാണ് പറയുന്നത്, പലിശയ്ക്ക് ഇടണമെന്നാണ്. അപ്പോൾ സഭയെ നടത്തിക്കൊണ്ട് പോകാനുള്ള വരുമാനം ഈ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ മിച്ചം നൽകി കൊടുക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മലങ്കരയുള്ള പള്ളികളെ പ്രതി റോമായിൽ നീ ഇരന്ന് മേടിച്ച് നമ്മുടെ വികാരിമാർക്കും പട്ടക്കാർക്കും നീ കൊടുത്തു വരുന്ന 2 കുപ്പി വീഞ്ഞും 3 നാഴി ഗോതമ്പും, ഇത് കുർബാനയ്ക്ക് ഓസ്തി ഉണ്ടാക്കാനും വീഞ്ഞിന് വേണ്ടിയുള്ള വീഞ്ഞും ഗോതമ്പുമാണ്. അത് വിചാരിച്ച് മലങ്കരയുള്ള പട്ടക്കാർ ഒക്കെയും നിൻ്റെ കീഴെ കിടക്കുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് തിന്മാനും കുടിപ്പാനും ശേഷം വസ്തുക്കൾക്ക് ഞങ്ങളുടെ പ്രയത്നം മതിയായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പള്ളികളിൽ വിശുദ്ധ പൂജ കഴിപ്പാനും വേണ്ടുന്ന വീഞ്ഞും ഗോതമ്പും കൊള്ളുവാൻ വേണ്ടുവോളം മതിയായി വരുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ വിദേശവും വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മെത്രാന്മാരെയും പട്ടക്കാരെയും രക്ഷിച്ചിരുന്നത് നിങ്ങളുടെ മാസപ്പടി കൊണ്ടായിരുന്നില്ല, മറിച്ച് വിശ്വാസികൾ ദാനം കൊണ്ടാണ്. അപ്പോൾ സഭയുടെ മറ്റൊരു പൈതൃകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്, സാമ്പത്തിക മേഖലയിലുള്ളതാണത്. ഞങ്ങളുടെ സഭ നിലനിന്ന് പോകുന്ന വിദേശ പണം കൊണ്ടല്ല, സ്വാശ്രയത്വം കൊണ്ടാണ്, ഞങ്ങളുടെ ദാനം കൊണ്ടാണ്, ഞങ്ങളുടെ വിശ്വാസികൾ മിച്ചം നൽകുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് മേൽപ്പട്ടക്കാരും പട്ടക്കാരും സഭയിലെ സ്ഥാപനങ്ങളെല്ലാം നിലനിന്ന് പോകുന്നതെന്ന് പറയുക. അതിനുശേഷം ബഹുമാനപ്പെട്ട കൂടപ്പുഴച്ചൻ പറഞ്ഞതുപോലെ സുറിയാനിയിൽ അവർ കുർബാന ചൊല്ലിയിട്ടുള്ളൂ. ബാഹ്യയിലും എത്താൻ പറഞ്ഞെങ്കിൽ ലത്തീൻ കുർബാനയല്ല, ഞാൻ പട്ടക്കാരെ അയക്കാം, അവർ ലത്തീൻ പഠിപ്പിച്ചോളും. അദ്ദേഹം പറഞ്ഞു ഇല്ല. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ലത്തീൻ ക്രമം പഠിപ്പിക്കാൻ പട്ടക്കാരനെ കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ക്രമം മാറ്റുവാനുള്ളതിന് ഞങ്ങളുടെ ദിക്ക് ഈ ക്രമം അത്ര നടന്നു വരുന്നത്, ഞങ്ങൾ അതിൽ പിറന്നതുകൊണ്ടും ഞങ്ങൾക്ക് ലത്തീൻ ക്രമത്തിൽ ചൊല്ലുക ചിതമല്ല എന്നാണ്. അപ്പം ജന്മന കിട്ടുന്നതാണ് റീത്ത് എന്നുള്ള സങ്കല്പം. ഇത് വത്തിക്കാൻ കൗൺസിൽ വരെ സമയം എടുക്കേണ്ടി വരുന്നു ആഗോള സഭയിൽ അങ്ങനെ ചിന്തിക്കാനായിട്ട്. ഇത് 1780കളിൽ പറയമാക്കൽ എഴുതുന്ന ജന്മം കൊണ്ട് കിട്ടുന്നതാണ് റീത്ത്. അപ്പോൾ ജന്മം കൊണ്ട് കിട്ടിയ റീത്ത് മാറ്റാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ലത്തീൻ ക്രമത്തിൽ ചെല്ലാൻ പറ്റില്ലെന്ന്. അവസാനം ലത്തീൻ ക്രമത്തിൽ സ്ഥൈര്യലേപനം മാത്രമേ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. അത് കൊടുക്കുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന സൗത്ത് ബന്ധു എന്ന ആശ്രമത്തിലെ അധികാരികൾ ആവശ്യപ്പെട്ടിട്ട് കുറച്ച് കുട്ടികൾക്ക് സുറിയാനി അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാം സുറിയാനി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. മെസ്കിറ്റ എന്ന പാതിരിയുടെ കസിനെ പോലും അദ്ദേഹം പട്ടം കൊടുക്കുന്ന 4ാം പട്ടം കൊടുക്കുന്ന സുറിയാനി ക്രമത്തിലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ അവസാനിപ്പിക്കുന്ന ഒരു പാരഗ്രാഫ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തവീരായിൽ നിന്ന് ലിസ്ബണിലേക്ക് പോരുന്ന വഴി ജർമ്മനി കൂടിയാണ് വരുന്നത്. പോരുന്ന വഴിക്ക് അദ്ദേഹം എഴുതുന്നുണ്ട്, നമ്മുടെ കടനാട്ടിൽ നിന്നും കിഴക്ക് മുട്ടത്തിന് പന്നിക്കുന്ന് കയറി പോകുന്ന വഴിക്കുള്ള മലകളും താഴ്ചകളും താഴ്വരകളുമാണ് ജർമ്മനി ഞാൻ കാണണമെന്ന്. ജർമ്മനിയിലായിരിക്കുമ്പോഴും ലിസ്ബണിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് കടനാടും മുട്ടവും പന്നിക്കുന്നും ഒക്കെയാണ്. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പൈതൃകവും ഇവിടുത്തെ ആളുകളുടെ സ്വപ്നവുമാണ്. ഈ നാടും ഇവിടുത്തെ ആൾക്കാരെ ഒന്നിപ്പിക്കുന്ന കണ്ണികളും സാംസ്കാരിക തനിമയുമാണ്. അതാണ് വർത്തമാന പുസ്തകത്തിൻ്റെ മൂർച്ച, അതാണ് വർത്തമാന പുസ്തകത്തിൻ്റെ തനിമ, അതാണ് നിങ്ങളെ എന്നെ ആവേശം കൊള്ളിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചേ പറഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ മൂർച്ചയുള്ള ഇടയ്ക്കൊക്കെ പോകും. അത് കുറച്ചൊക്കെ എൻ്റെ വാക്കുകൾ ഞാൻ അവഗണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശൈലി മുഴുവൻ എടുക്കുന്നില്ല. അദ്ദേഹം എഴുതിയത് ഒരു ലോകത്തിരുന്നാണ്, അദ്ദേഹം കണ്ടതും മനസ്സിലാക്കിയൊരു ലോകത്തിരുന്ന്. അദ്ദേഹത്തിൻ്റെ വേദനയുടെയും അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയുടെയും ആ സഭയുടെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വരികളുള്ളത്. ആരെയും വിമർശിക്കാനും ആരെയും പരിഹസിക്കാനുമായിരുന്നില്ല. വിശുദ്ധരും തീഷ്ണമതികളായ മിഷണറിമാർ സഭയിൽ സേവനം ചെയ്തിട്ടുണ്ട്. ചുരുക്കം ചിലരുടെ അധികാരവാഞ്ച ആണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അപ്പോൾ അത് മാത്രമാണ് ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ മുഴങ്ങിയതായിട്ട് ഞാൻ സൂചിപ്പിച്ചത്. ദേശീയതയുടെ ഒരു കാഹളം
പൈതൃകം സംരക്ഷിക്കാനുള്ള ഒരു ആഹ്വാനം, അതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ, ആ വലിയ വ്യക്തിയുടെ മുമ്പാകെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട്, അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട പയസച്ചൻ വളരെ ഭംഗിയായിട്ട് തൻ്റെ ദൗത്യം നിർവഹിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായതുപോലെ തന്നെ സമയം നീണ്ടതുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള അവസരമില്ല. മാധവത്തിജൻ പറയുന്ന സമയം പോയി, അതുകൊണ്ട് ചർച്ച വേണ്ടെന്നാണ്. എങ്കിലും അതൊന്ന് സമ്മപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആഗോളതലത്തിൽ നടന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ വെളിച്ചത്തിലാണ് പാറേമാക്കൽ ഗവർണറുടെ അധ്വാനത്തെ അല്ലെങ്കിൽ പരിശ്രമങ്ങളെ പയസച്ചൻ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരേ ഭാഷ, ഒരേ മതം, ഒരേ വർഗം ഉള്ള ഒരു സ്ഥലത്ത് മാത്രമാണ്. ഇന്ത്യൻ നാഷണലിസം ഉയർന്നു വന്നിട്ടുള്ളത് പയസ് പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിലാണ്. അത് തന്നെയും വിദേശ മേധാവിത്വത്തിനെതിരായ ഒരു ചലനമായിട്ടാണ് നമ്മളെപ്പോഴും ഇന്ത്യൻ നാഷണലിസത്തെ കണക്കാക്കിയിരിക്കുന്നത്. വിദേശികളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ത്യൻ നാഷണലിസം ഇല്ല. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേശീയത അല്ലെങ്കിൽ നാഷണലിസത്തിൻ്റെ മൂലങ്ങൾ അല്ലെങ്കിൽ ചില ആരംഭങ്ങൾ നമുക്ക് 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലർ പഴശ്ശിരാജാവിനെ പോലും ഒരു വലിയ ദേശീയ പോരാളിയായിട്ട് കണക്കാക്കുന്നത്. ആ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിലൊരു ദേശീയതയുടെ ഒരു ആരംഭം എന്ന് മാത്രമേ നമുക്കിവിടെ പറയുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പോർട്ടുഗലിലെ റാണിയായ മരിയ ഫ്രാൻസിസ്കായ്ക്ക് കൊടുത്ത ഒരു അപേക്ഷയുണ്ട്. അത് രണ്ട് ഭാഗത്തെ വർത്തമാന പുസ്തകത്തിൽ 333-ാമത്തെ പേജിലും ഈ എഡീഷൻ, അതായത് കൂടപ്പഴയച്ചനൊക്കെ കൊണ്ടുവന്ന എഡീഷനിലും പിന്നെ 160-ാമത്തെ പേജിലുമുണ്ട്. ഈ പേജിലെല്ലാം കാണുന്നത് പാറേമാക്കൽ ഗവർണറും കരിയാറ്റിലെ പിതാവും കൂടി ആവശ്യപ്പെടുന്നത് ഒരു പോർട്ടുഗീസ് മെത്രാനെയാണ്, ഒരു വെളുത്ത മെത്രാനെയാണ്, അല്ലാതെ ഒരു ഇന്ത്യക്കാരനെയല്ല അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തുമാത്രം ദേശീയത എവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ അത് രണ്ടാമത്തെ ഐറ്റമാണ്. വേറൊരു ഐറ്റത്തിൽ പറയുന്നത് ഇവിടുത്തെ വികാരിമാർക്കെല്ലാം കൊടുത്തിരുന്ന ശമ്പളം വീണ്ടും പോർട്ടുഗീസുകാർ കൊടുക്കണമെന്ന്. അങ്ങനെ രണ്ട് അഭ്യർത്ഥനകൾ അല്പം പരസ്പര വിരുദ്ധമായിട്ട് നമ്മുടെ ദേശീയതയ്ക്ക് തോന്നുന്നുണ്ട്. അതൊരു പക്ഷേ ആ ദേശീയത കുറച്ചുകൂടി ശക്തിപ്പെട്ടത് ഈ 72-ാമത്തെ അധ്യായത്തിൽ ആണ്. വർത്തമാന പുസ്തകത്തിൻ്റെ 72-ാമത്തെ അധ്യായം നമുക്ക് വായിക്കുകയാണെങ്കിൽ ഏകദേശം 40 പേജിൽ ഈ പാറേമാക്കൽ ഗവർണർ നമ്മുടെ ദേശീയത ഉജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുന്ന് പോയിട്ടുള്ള കത്തുകളാണ്. മിഷനറിമാരയച്ച കത്തുകളുടെ വെളിച്ചത്തിൽ ദേശീയത കൂടുതൽ ശക്തി പ്രാപിച്ചു. അങ്ങനെ ആ ദേശീയത ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒന്നായിട്ട് വളർന്നു വന്നെങ്കിലും പിന്നീട് വർത്തമാന പുസ്തകത്തിന് വെളിയിലുള്ള ഭാഗങ്ങളാണ് പൈതൃകത്തെപ്പറ്റി എനിക്ക് തോന്നുന്നു പയസച്ചൻ പറഞ്ഞത്. അതായത് പടിയോല ഉണ്ടായതെല്ലാം അദ്ദേഹം ഗവർണർ ആയതിനു ശേഷമാണ്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ആ നിഷേധാത്മകമായ അല്ലെങ്കിൽ വിദേശ മേധാവിത്വത്തിനെതിരായുള്ള ആ സമീപനത്തിന് അതീതമായിട്ടൊരു ഭാവാത്മകമായ സമീപനം കൂടിയുണ്ട്. അതാണ് ഹെറിറ്റേജ് ഉജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി, ശാക്തീകരണം നടത്തുന്നതിന് വേണ്ടി പടിയോല എല്ലാം എഴുതി അങ്ങനെ ജനങ്ങളെ ഒരുമിപ്പിച്ചത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും, പയസച്ചൻ്റെ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ പറയുവാൻ സാധിക്കും, ദേശീയതയുടെ ഒരു ചില ഭാഗങ്ങൾ ആരംഭം നമുക്ക് പാറേമാക്കലിൻ്റെ വർത്തമാന പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് അതൊരു നിഷേധാത്മകമായിട്ടുള്ളത് മാത്രമല്ല, ആ നിഷേധാത്മകമായിട്ടുള്ള സമീപനം കൂടുതൽ രൂക്ഷതരമായി തീർന്നത് ഈ 72-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഭാഗത്തുകൂടിയാണ്. അവിടെ നമ്മൾ കാണുവാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുള്ള
തിരസ്കാരം കൊണ്ടാണ്, യൂറോപ്പിൽ ചെന്നതിന് ശേഷമുള്ള തിരസ്കരണം കൊണ്ടാണ്. പിന്നീട് പൈതൃകത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് പടിയോരെല്ലാം നടത്തി. ഇതാണ്. പക്ഷേ ഇതേ സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോഴത്തെ സമയത്തിൻ്റെ അഭാവം കൊണ്ട്. വാരികാട്ടത്തിനാണ് കുറേ സമയമായിട്ട് അങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്. 11:45 അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പയസച്ചന് വളരെയധികം അനുമോദനങ്ങൾ. കൂടുതലായ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും പള്ളിയുടെ ആഭിമുഖ്യത്തിലുള്ളതെല്ലാം കൂടുതൽ പഠിച്ച് ഇതുപോലെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിന് അവസരമുണ്ടാകട്ടെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതുവരെയും ഒരു അപേക്ഷ സാധ്യതമായി തീരാത്തത്? അതായത് ഒരു ആർച്ച് ഡീക്കൻ ഇനി നമുക്ക് കിട്ടിയിട്ടില്ല. സഭയ്ക്കൊരു പൊതുതലവൻ, ഒരു വെളുത്തയാളല്ലാത്ത ഒരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആർച്ച് ഡീക്കനെ കിട്ടിയിട്ടില്ല. ഈ സഭയ്ക്ക് ഒന്നായിട്ടുള്ളത് അതൊരു പക്ഷേ നമ്മുടെ കാനൻ നിയമത്തിലൊന്നും ഇല്ലാത്തതായിരിക്കും. ഏതായാലും അതുകൂടെ കിട്ടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശാന്തമായിട്ട് കേട്ടിരുന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. പൈതൃക സംരക്ഷണവും ദേശീയതയും വർത്തമാന പുസ്തകത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ പയസ് മലയക്കണ്ടം അച്ഛനും മോഡറേറ്റർ ആയ ഡോക്ടർ KS മാത്യു അച്ഛനും നന്ദി. ഗ്രന്ഥകർത്താവും സഭാചരിത്രകാരനും തൃശൂർ മേരിമാത മേജർ സെമിനാരി പ്രൊഫസറുമായ ബഹുമാനപ്പെട്ട അച്ഛനെ പ്രബന്ധാവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സെഷൻ നിയന്ത്രിക്കുന്നത് ശ്രീ ജോൺ കച്ചറമറ്റം സാറാണ്. 25ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവ്, കേരള കാത്തലിക് ഫെഡറേഷൻ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ വൈസ് പ്രസിഡന്റ് തുടങ്ങി വ്യത്യസ്ത രംഗങ്ങളിൽ പ്രശസ്തനായ സാറിനെ സെഷൻ മോഡറേറ്റ് ചെയ്യാൻ ക്ഷണിക്കുന്നു. അഭിമന്യ പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിക്കും ഇപ്പോൾ പ്രബന്ധം അവതരിപ്പിക്കുന്ന ചെറിയാൻ വാരികാട്ടച്ഛനും അവതരിപ്പിച്ച പയസ് അച്ഛനും KS മാത്യു അച്ഛനും ശ്രീ MM ജേക്കബ് തുടങ്ങിയ പ്രഗത്ഭരായ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. സമയം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് ആമുഖം അധികമൊന്നും വേണ്ട എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ചെറിയാനച്ഛനെ പരിചയപ്പെടുത്തേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഇന്ന് പ്രബന്ധം അവതരിപ്പിച്ച 2 പേരും കോതമംഗലൻകാരാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. 1957 അദ്ദേഹം ജനിച്ചത്. വടവാതൂർ സെമിനാരിയിൽ നിന്നും 1982 വൈദികവർദ്ധ സ്വീകരിച്ചു. കുടിയേറ്റ കേന്ദ്രങ്ങളായ മാറിക, ചുരുളി, മാവടി, കൈലാസം, നേര്യമംഗലം, അംബികാപുരം, വാഴത്തൊപ്പ്, പൈനാവ്, നെയ്യശ്ശേരി പള്ളികളിലെല്ലാം അസിസ്റ്റൻ്റായും വികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റോമിലെ ഗ്രീഗോറിയൻ സർവകലാശാലയിൽ നിന്നും 1992 സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. കോതമംഗലത്തെ വിജ്ഞാന ഭവൻ്റെ ഡയറക്ടർ, മൈനർ സെമിനാരി റെക്ടർ, രൂപത ലൈബ്രറിയൻ, രൂപത പ്രൊക്യുറേറ്റർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പല മേജർ സെമിനാരികളിലും വിസിറ്റിംഗ് പ്രൊഫസറായ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ മേജർ സെമിനാരിയിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തെ പറ്റി നമുക്കെല്ലാം അറിയാമെങ്കിലും പല പ്രത്യേക സിദ്ധികളുടെയും കൂടി ഉടമയാണ് അദ്ദേഹം. മികച്ച ഒരു ഗായകനാണ്. ഇന്ന് പാട്ട് പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മികച്ച ഒരു ഗായകൻ, നല്ലൊരു വാഗ്മി, ഊർജ്ജസ്വലനായ സംഘാടകൻ, പണ്ഡിതനായ സഭാചരിത്രാധ്യാപകൻ, സമാദരണീയനായ അജപാലകൻ എന്നീ നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഒരു വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹം. സനാതന മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കറയറ്റ മാതൃകാ ജീവിതം നയിക്കുന്ന വാരികാട്ടച്ഛൻ സഭാചരിത്രത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവേ, ബഹുമാനപ്പെട്ട കച്ചറമറ്റം സാറേ, MM ജേക്കബ് സാർ, പയസ് അച്ഛ, KS മാത്യു അച്ഛ, കുടപ്പുഴയച്ചൻ എന്നെ ചരിത്രം ആദ്യം സഭാ ചരിത്രത്തിലേക്ക് പഠിപ്പിച്ചു തുടങ്ങിയ ആളാണ്. ബാക്കി സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഒരുമിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. ആമുഖങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ 10-15 മിനിറ്റ് താമസിച്ച് വണ്ടി ഓടുന്നത് കൊണ്ട് ഹൈ സ്പീഡ് എഞ്ചിൻ പിടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേഗം പോവുകയാണ്. ഇവിടെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാനൊരു പേപ്പർ തയ്യാറായില്ല, ഞാൻ കുറേ കാർഡുകളാണ് തയ്യാറാക്കിയിരിക്കുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൂടപ്പുഴയച്ചനും അഭിയന്ന പിതാവും പയസ് അച്ഛനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാത്യു അച്ഛൻ ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു.
അതിൽ പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഈ വർത്തമാന പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സഭയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. സഭയെക്കുറിച്ച്, ഇതിൻ്റെ എക്ലേസിയോളജിയെക്കുറിച്ച് പറയാൻ ഇനി കല്ലറങ്ങാട്ട് പിതാവ് വരുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങളോട് പറയും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ, അദ്ദേഹം കുറിച്ച് വെച്ച കാര്യങ്ങളിൽ നിന്ന് സഭയെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചുമുള്ള കുറേ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞു പോകാനും ചില കാര്യങ്ങൾ ഈ വർത്തമാന പുസ്തകത്തിലെ പഴയ ഭാഷയിൽ തന്നെ പറഞ്ഞു പോകാനുമാണ് ആഗ്രഹിക്കുക. സഭ എന്ന് പറയുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം വളരെ വിശ്വാസമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, പറയമാക്കലിൻ്റെ വിശ്വാസം അദ്ദേഹം കുറിച്ച് പോകുന്ന ഈ വർത്തമാന പുസ്തകത്തിൽ ഒത്തിരിയേറെ കാണാനുണ്ട്. നമ്മളിവിടെ മുൻപ് തന്നെ പറഞ്ഞു കേട്ടു, അദ്ദേഹം ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും, ഇവിടുന്ന് നടന്നു പോകുമ്പോഴും വള്ളത്തിൽ പോകുമ്പോഴും റോമിൽ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് അവരുടെ യാത്രയിൽ അവരുടെ ജീവിതം മുഴുവൻ ചൊറി പിടിച്ച് ഇരിക്കാൻ പാടില്ലാത്ത തരത്തിൽ പോകുമ്പോഴൊക്കെയും ഇതിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലന കണ്ട് സംസാരിച്ചു പോവുകയാണ് അദ്ദേഹം. എല്ലായിടത്തും അങ്ങനെ വിശ്വാസത്തോടു കൂടി ജീവിച്ച് വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്നുള്ള ബോധ്യത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം വളരെ ഭംഗിയായിട്ട് പഠിക്കുകയും അരച്ച് കലക്കി കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളും വിചാരങ്ങളും ഒക്കെ അദ്ദേഹം ഈ വർത്തമാന പുസ്തകത്തിൽ കുറിക്കുമ്പോൾ വളരെ മൂർച്ചയേറിയ ഭാഷയിൽ ഈ പ്രവർത്തനങ്ങളെ, മാർപ്പാപ്പയുടെയും കർദിനാളന്മാരുടെയും മറ്റ് വിദേശികളുടെയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചേർത്ത് വെച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും മൂർച്ച ഏറിയ ഭാഷയിൽ അതിനെ കുറ്റപ്പെടുത്തേണ്ടിടത്ത് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. ജീവിതത്തിൽ മഴ മാറി നിൽക്കുന്നത് പോലെ, യാത്രയിൽ മഴ മാറി നിൽക്കുന്നത്, ചെങ്കണ്ണുണ്ടാകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണത് പ്രാർത്ഥിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം കുറഞ്ഞത് ആ സമയത്ത് കരിയാറ്റിൽ മൽപ്പാനും മറ്റും ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് കുർബാന ചൊല്ലി, അദ്ദേഹത്തിന് കുർബാനയെല്ലാം പോകാൻ പറ്റിയില്ല. ആ കുർബാന ചൊല്ലിയ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് തണുപ്പുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ അനുദിന ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിനെക്കുറിച്ച് അദ്ദേഹം അവബോധമുള്ളവനായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ മറുവശത്ത് ചില കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുക. ജാതിയുടെ ഒരുമ്പാടും രക്ഷയ്ക്കും ഉള്ള തൻ്റെ തിരുമനസ് കാട്ടുകയാണ് ഉടയ തമ്പുരാൻ്റെ പ്രത്യേകമുള്ള സഹായങ്ങളിലൂടെ എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടു. ഈ മനോഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവസാനം വരെയും കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, വിശുദ്ധ തോമാശ്ലീഹായോടുള്ള ഭക്തി, അതുപോലെ വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് പഠിച്ച് ജീവിക്കുന്ന അവസ്ഥ. അതുപോലെ വിശ്വാസമുള്ളതുപോലെ തന്നെ വിശ്വസ്തനായിട്ട് ജീവിച്ച ആളുമാണ് അദ്ദേഹം. വളരെ വിശ്വസ്തയോടുകൂടി അവരുടെ കയ്യിൽ റോമിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് മിഷണറിമാരെ കുറച്ച് കത്തുകൾ കൊടുത്തു വിടുന്നുണ്ട്. വഴിയിൽ വെച്ച് മിഷണറിമാർ കത്ത് കൊടുത്തു വിടുന്നത് മുഴുവൻ ഇവർക്കുള്ള പാരയാണെന്ന് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. പക്ഷേ വിശ്വസ്തത പുലർത്താൻ വേണ്ടി മാത്രം ആ കത്തുകൾ അതുപോലെ തന്നെ റോമിലെത്തിക്കാൻ തയ്യാറാവുകയാണ്. എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആ കത്തുകൾ തങ്ങൾക്കെതിരെയുള്ളതാണെന്നറിയാം. റോമിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ ശേഷം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന പാതിരിമാരുടെ കുറികൾ മുൻസിഞ്ഞോറിൻ്റെ പറ്റിൽ കൊടുത്തപ്പോൾ ഈ കുറികൾ ഞങ്ങളോട് മറുത്തുള്ളതാകുന്നു എന്ന് വെണ്ടും വണ്ണം ഞങ്ങൾ അറിഞ്ഞിരിക്കൊണ്ട് കളവാൻ അത്രേ ന്യായമായിരിക്കുന്നത്. എങ്കിലും വിശ്വാസഭംഗം വരുത്താതെ ഇരുപ്പാനും ഞങ്ങളുടെ നേര് കാട്ടുവാനും അത്രേ അങ്ങ് പറ്റിൽ തരുവാൻ നിശ്ചയിച്ചത് എന്ന് മൽപ്പാൻ മോൺസിഞ്ഞോർ ബോർജിയോട് പറഞ്ഞാണ് ഈ കത്തുകൾ കൊടുക്കുക. അപ്പോൾ വളരെ ബോധപൂർവം വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിലും വേഗം കടന്നു പോവുക, ചില ഏരിയകൾ മാത്രം പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യനായിരുന്നു. വളരെ റെസ്പോൺസിബിൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. റോമിലേക്ക് പോകാനായിട്ട് തോമാക്കത്തനാർ അദ്ദേഹം കോട്ടയത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കത്ത് കിട്ടി. ആ കത്ത് കിട്ടിയപ്പോൾ തന്നെ കടനാട് ഇടവകയിൽ വികാരിയായിരുന്നത് വികാരി സ്ഥാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടാണ് പോവുക. അദ്ദേഹം കത്ത് കിട്ടിയ ഉടനെ നീണ്ടൂർ തരകൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നാൽ തൊമ്മൻ കത്തനാർ നീണ്ടൂർ വന്നതിന് ശേഷം തൻ്റെ ഇടവകയാകുന്ന കടനാട് പള്ളിക്കാർക്കും തൻ്റെ യജമാനനായിരുന്ന കൊടുങ്ങല്ലൂർ മെത്രാപോലീത്തായുടെ വികാരി ജനറൽ മത്തീസ സർപ്പന്തസെൽ എന്ന പാതിരിക്കും കുറിയും എഴുതി തനിക്ക് പകരം കടനാട്ട് പള്ളി നടത്തുവാൻ പാലായിക്കാരൻ കുഴിവേലി കൊച്ചുമത്തായി കത്തനാരെ കുറിച്ചും വെച്ച് തൊമ്മൻ കത്തനാർ തൻ്റെ അപ്പനോട് യാത്രയും ചൊല്ലി. അപ്പോൾ എത്ര തിരക്കുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വളരെ കഴിവുണ്ടായിരുന്നു.
കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനും പഠിക്കാനും പൈസച്ച് മുമ്പ് പറഞ്ഞു തലാരിഴ കീറി അതേക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്തതിൻ്റെ വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് വലിയ കഴിവുണ്ടായിരുന്നു. ആ കഴിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഫ്ലോറൻസ് മെത്രാൻ്റെ മരണശേഷം അങ്കമാലിയിൽ യോഗം കൂടിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ യോഗക്കാർ കൂടിയപ്പോൾ അവരോട് പടാർത്ത പറയാനായിട്ട് അവർ അങ്കമാലിക്കാർ അവസാനം നല്ല ഭക്ഷണം കൊടുത്തു. അരിയൊക്കെ ആയിട്ട് പോയവർക്ക് അവിടുന്ന് ഉപ്പ് കൊടുത്തു ആദ്യം, പിന്നെ അവസാനം നല്ലൊരു വിരുന്ന് കൊടുത്തു. അപ്പോൾ ആ വിരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് സമയത്ത് ഒരു പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊരുൾ പടാർത്ത വചനം പ്രസംഗിക്കാനായിട്ട് അന്ന് കൂടിയ ആളുകൾ ക്ഷണിക്കുന്നത് ഈ പാറേമംഗൽ കത്തനാരെയാണ്. കാരണം അദ്ദേഹത്തിന് അത് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. വചനം വിശദീകരിച്ച് കൊടുക്കാൻ കഴിവുള്ളവനായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം മുൻനിരയിലേക്ക് അന്ന് വന്നതും. അന്നത്തെ ജീവിത സാഹചര്യത്തിൽ ആളുകളുടെ മധ്യത്തിൽ മുമ്പോട്ട് കടന്നു വന്ന് നേതൃത്വം കൊടുക്കാൻ കരിയാറ്റി മൽപ്പാൻ റോമിൽ പഠിച്ചു വന്ന ആളാണ്. പത്രുപാതയുടെ കീഴിൽ ഈ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിന്ന ആൾ, അദ്ദേഹത്തിന് ലാറ്റിൻ നന്നായിട്ട് വശമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം കാരണമാകുന്നത്. അതുപോലെ നന്നായിട്ട് പൊരുൾ തിരിച്ച് പറയാനായിട്ട് സാധിച്ചിരുന്ന വ്യക്തി. സഭയിലെ ഐക്യമില്ലായ്മയാണ് സഭയുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതെന്നാണ് പറയുക. കഴിവില്ലായ്മ എന്ന് മലയകണ്ഠോച്ചൻ പറഞ്ഞ് പയസച്ചൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുക. അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ കഴിവില്ലായ്മ എന്ന് പറയുന്നത് യോജിപ്പില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. സഭയുടെ പുരോഗതിക്ക് അടിസ്ഥാന കാരണം അതാണെന്ന് പറയുക. ആ കാരണം അദ്ദേഹം പറയുന്നുണ്ട് യോഗത്തിന് പോകുമ്പോൾ തന്നെ. എന്നാൽ യോഗത്തിൽ തലപ്പെട്ട ആളുകളിൽ ചിലർ മാത്തൻ കത്തനാർ പറയുന്ന ബോധങ്ങൾക്ക് ഉത്തരം പറയുവാൻ വഹിയായിക കൊണ്ട് പുറമേയുള്ള വിധത്തിൽ ഇതിന് വണ്ണം സമ്മതിച്ചു പറഞ്ഞു എന്ന് ചാർച്ചിരിക്കുന്ന വെക്കുന്ന കാര്യത്തെക്കുറിച്ചും പൊതുവായിട്ട് മെത്രാനെ വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എങ്കിലും അർക്കതയാക്കാൻ ഉണ്ടായി ജാതിക്ക് ബലം വന്നാൽ തങ്ങൾക്കുള്ള സിദ്ധാന്തം നടത്തിക്കൊണ്ടു പോകുവാൻ വിഷമമായി വരുമെന്നും ഇതിന് വണ്ണം ഒരു നാഥൻ കൂടാതെ കിടന്നാൽ പാതിരിമാരോടുകൂടി തങ്ങൾക്ക് തെളിഞ്ഞ വണ്ണം കാര്യങ്ങൾ നടത്തിക്കൊള്ളാമെന്നും കണ്ട് ജാതി ഉപകാരത്തിനെ കാട്ടിലും തങ്ങളുടെ പ്രത്യേകമുള്ള ഉപകാരവും സിദ്ധാന്തവും മനസ്സാകുന്നതിനാൽ ഉള്ളിൽ വേറെ ഭാവമായിരുന്നു താനും. ഒരു പക്ഷേ നമ്മുടെ സുറിയാനിക്കാരുടെ ഒരു പ്രശ്നമാണ്. അവരവരുടെ സ്വന്തം കാര്യം കാണുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളോട് സഹകരിക്കാതെയും പൊതുവായ നേതൃത്വത്തിൽ നിൽക്കാതെയും നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സഭ വളർന്നു. അതുകൊണ്ടാണ് 1987 നമുക്ക് സ്വജാതി മെത്രാൻ, 97 സ്വജാതി മെത്രാന്മാർ, 96 സ്വജാതി മെത്രാന്മാർ വരുന്നത് വരെയും ഒരുപോലെ ഒരു നേതൃത്വം ഇല്ലായിരുന്നത് കൊണ്ട് സഭയിൽ പലപ്പോഴും വളരെ ഛിന്നഭിന്നമായ ഒരവസ്ഥ ഉണ്ടായത്. പൊതുവായിട്ടുള്ള ഒരു നേതൃത്വം ഇല്ലാതിരുന്ന ഒരു സാഹചര്യം. പൊതുവായിട്ടുള്ള നേതൃത്വം വീണ്ടും നമുക്കിപ്പോൾ നമ്മുടെ സഭയുടെ പശ്ചാത്തലം വെച്ച് അന്നത്തെ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് മേജർ ആർച്ച് ബിഷപ്പുണ്ട്, സിനഡുണ്ട്. സിനഡിൽ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പുണ്ട്. നമുക്ക് രൂപതകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അന്ന് ഇതൊന്നുമില്ലാതെ വ്യത്യസ്തമായിട്ട് ഛിന്നഭിന്നമായി നിന്ന ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹത്തിന് സഭയോടുള്ള ആ സ്നേഹം പ്രത്യേകമായിട്ട് റോമായാത്രയുടെ ഓരോ ഘട്ടത്തിലും ആരോഗ്യ പ്രശ്നങ്ങളോടും വിപരീത കാലാവസ്ഥയോടും ജീവിത സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ചിത്രം വർത്തമാന പുസ്തകത്തിൽ വളരെ വ്യക്തമാണ്. സഭയോടുള്ള സ്നേഹവും ആത്മാർത്ഥതയുമാണ് ഇവയൊക്കെ സഹിക്കാൻ അദ്ദേഹത്തിന് പ്രേരിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹം വ്യക്തമാക്കാനായിട്ട് പ്രത്യേക കാര്യങ്ങളുണ്ട്. നമുക്ക് തരങ്കമ്പാടി ചെന്നു. അവർ എല്ലാവർക്കും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. 22 പേര് പോന്നു, 4 പേർക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കരിയാറ്റിൽ മൽപ്പാൻ പോകാതിരിക്കാൻ വയ്യ. അദ്ദേഹം റോമിൽ പരിചയമുള്ള ആളാണ്. 2 ഷമ്മാശന്മാരാകാനായിട്ട് പുരോഹിതാർത്ഥികൾ അവരെയും കൊണ്ടുപോകാതെ വശമില്ല. പിന്നെ ആകെ കൂടി ചാൻസ് ഉള്ളത് ഒരാളാണ്. ആര് പോകണം എന്ന ചിന്ത വന്നു. അപ്പോൾ ഇവർ എത്തുമ്പോൾ കരിയാറ്റിൽ മൽപ്പാനും അവർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഇനി വരുന്ന 2 പേരുണ്ട്. അവരിൽ മാത്തൻ കത്തനാർ പോകണോ, ഇവർ ആര് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ കരിയാറ്റിൽ മൽപ്പാൻ പറഞ്ഞു പാറേമാക്കൽ കൂടെ പോരുവാണ് താല്പര്യം. കാരണം വല്ല എഴുത്താനായിട്ട് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ എഴുതി ഉണ്ടാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിനാണ്. രണ്ടാമത്തെ കാരണം പറയുന്നത് ലത്തീൻ പഠിച്ചിരിക്കുന്നത് കൊണ്ട് യൂറോപ്പിൽ ചെന്നാൽ മറ്റ് ഭാഷകൾ മനസ്സിലാക്കാനും അത് പഠിക്കാനുമുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് തോമാ കത്തനാരോട് ചോദിക്കുന്നുണ്ട്. തോമാ കത്തനാർ പറഞ്ഞു ജാതിയുടെ ഗുണത്തിനല്ലാതെ ഓരോരുത്തരുടെ സിദ്ധാന്തത്തിനല്ല പുറപ്പെട്ടിരിക്കുന്നത് എന്നും ആയതുകൊണ്ട് കാര്യത്തിൻ്റെ നിവർത്തിക്ക് ഏതു പ്രകാരം നല്ലതെന്നാൽ അപ്രകാരം മനസ്സായേ മതിയാവൂ എന്നും വെച്ച് അങ്ങനെ എല്ലാവർക്കും തെളിഞ്ഞെന്നാൽ അതുപോലെ റോമായ്ക്ക് പോകണമെങ്കിൽ ആയതിനും വീണ്ടും മലയാളത്തിലേക്ക് തിരിയണമെങ്കിൽ ആയതിനും ഞാൻ ആസ്തമായിരിക്കുന്നു എന്നാണ് തോമാ കത്തനാർ പറയുക. റോമിലേക്ക് പോകാതെ നാട്ടിലേക്ക് പോകില്ലെന്നാണ് കൂട്ടത്തിലുള്ള ആൾ ചാക്കോ കത്തനാർ നിർബന്ധം പറയുക. പക്ഷേ അവസാനം അവരെല്ലാം കൂടെ കൂടി ചാക്കോ കത്തനാരോട് പറഞ്ഞു ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോക്കോ, തോമാ കത്തനാർ റോമിലേക്ക് പോകട്ടെ എന്ന്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. റോമയിലേക്കുള്ള യാത്രയല്ല.
പ്രധാനപ്പെട്ട കാര്യം സഭയോടുള്ള സ്നേഹമാണ്, സഭയുടെ നന്മയാണ് എന്നുള്ള ചിന്ത. അപ്പോൾ ഞാൻ ഈ ചുരുക്കമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. അതായത് അദ്ദേഹം വിശ്വാസമുള്ളവനായിരുന്നു, ബൈബിൾ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന ആളാണ്, ബൈബിൾ പഠിക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അതുപോലെ സഭയോട് സ്നേഹമുള്ളവനായിരുന്നു. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ വിശ്വസ്തത പുലർത്തിയിരുന്ന ആളാണ്, സത്യസന്ധനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത്രയും അദ്ദേഹം സഭയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം സഭയെക്കുറിച്ച് കാണുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. സഭ എന്ന് പറയുന്ന ഒരു വ്യക്തി സഭയാണ്. നമ്മൾ രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ പറയുന്ന എക്ലസിയോളജിയുടെ പല കാര്യങ്ങളും ഏതാണ്ട് 175 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടുകഴിഞ്ഞു. റോമായിലെ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ ആക്കിയിട്ട് കരിയാറ്റിയ മെത്രാനായിട്ട് നിർദ്ദേശിച്ചു. നാമനിർദ്ദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഗോവാക്കാർ 4 പേര് ഓടി നടന്നിടത്ത് അവരെ ആക്കാതെ ഒരു മലയാളിയെ ആക്കിയപ്പോൾ ഗോവാക്കാർ അതിനോട് പ്രതികരിച്ചു. ഞങ്ങളാകുന്നതിന് മുമ്പ് നിങ്ങളാവണ്ട എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മിഷണറിമാരും എഴുതി, തടസ്സം വരുമോ എന്ന് പേടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മെത്രാഭിഷേകം വേഗം നടത്തിക്കോളാൻ പറഞ്ഞ് വിസ്കോന്തി അവരെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പട്ടം മേടിക്കാനായിട്ടുള്ള ഒരുക്കത്തിന് ചെന്നപ്പോൾ, നുൻഷ്യോയുടെ അടുക്ക് ചെന്നപ്പോൾ മനുഷ്പം അദ്ദേഹം പറഞ്ഞു 4 പേര് വേണം, 2 പേര് സാക്ഷ്യപ്പെടുത്തണം. അതായത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണം നല്ലതാണെന്ന് പറയണം. 2 പേര് ഈ കൊടുങ്ങല്ലൂർ രൂപതയെക്കുറിച്ച് അവിടെ സാക്ഷ്യപ്പെടുത്തണം. അതിനുവേണ്ടി അവർ ചെന്നു. 2 പേര് സന്യാസികൾ അദ്ദേഹം താമസിച്ചിരുന്നിടത്ത് ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ നിന്ന് 2 പേര് ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നീട് 2 പേര് വേണം കൊടുങ്ങല്ലൂർ രൂപതയെക്കുറിച്ച് പറയാൻ. ഒന്ന് പറയാനായിട്ട് വളരെ എളുപ്പം പാറേമാക്കൽ തന്നെയുണ്ട്. അതുകൊണ്ട് പാറേമാക്കൽ അതേക്കുറിച്ച് പോയി വളരെ വ്യക്തമായിട്ട് പറയാമെന്ന് വെച്ചു. പിന്നെ വേറൊരാളെ കണ്ടുപിടിക്കണം. ആൾ ആരാണെന്ന് അവർ അന്വേഷിച്ചു. കേരളത്തിലൊക്കെ വന്നു പോയിട്ടുള്ള പലരും പോർച്ചുഗീസുകാരുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തോന്നി കൊച്ചിയിൽ ഗവർണറായിട്ട് അന്ന് ലിസ്ബണിലുണ്ടായിരുന്ന ഒരു ഗോവക്കാരനുണ്ട്, അദ്ദേഹത്തെ വിളിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ചെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ നുൻഷ്യോയുടെ അടുക്ക ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഒരു സഭയുടെ അധികാരത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അവിടെ. അതായത് ചോദിച്ച പാറേമാക്കൽ പറഞ്ഞു, കൊടുങ്ങല്ലൂർ രൂപത എന്ന് പറയുന്നത് ഗോവയുടെ കീഴിലല്ല. കൊടുങ്ങല്ലൂർ രൂപത ഗോവ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു രൂപതയാണ്, അതിരൂപതയാണ്. അതിരൂപതയുടെ സ്ഥാനം അത് ഒരു സ്ഥാനികമായിട്ടുള്ള പേരല്ല, അധികാരമുള്ളതാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ നിന്ന് പോയ ഫ്രാൻസിസ് കയത്താനോസ് എന്ന ഗോവക്കാരൻ പാതിരി അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെ നേരത്തെ മാർപ്പാപ്പ അങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, സ്ഥാനിക മെത്രാപ്പൊലീത്തയാണ്, അത് ഗോവയുടെ കീഴിലാണ് എന്ന്. അവിടെ വാസ്തവത്തിൽ ഒരു പക്ഷേ ഇത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും മെത്രാസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാവുന്ന ഒരു സാഹചര്യമാണ്. സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇത് വേറൊരു സഭയാണ്. ഈ സഭയുടെ അടിസ്ഥാനവും തലവനും എന്ന് പറയുന്നത് അത് വ്യക്തിഗതമായുള്ള സഭയാണ്, അത് ഒരിക്കലും ഗോവയുടെ കീഴിലല്ല, അത് തിരിച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്രാൻ സ്ഥാനമാണ്, ഒരു അതിരൂപതയാണ്. അതുകൊണ്ട് അവരതിനെ സമ്മതിച്ചില്ല. ഈ മെത്രാപ്പൊലീത്തത്തിൻ്റെ അവസ്ഥ മേൽ ചോദിപ്പാൻ തുടങ്ങി. ഈ മെത്രാപ്പൊലീത്തത്തിൻ്റെ പഴമയും തുടക്കവും എങ്ങനെയാകുന്നുവെന്നും ഇങ്ങനെ മറ്റു ചില കൂട്ടമൊക്കെയും ചോദിക്കുകയും ആയതിന് ചേരുന്ന ഉത്തരമൊക്കെയും അറിഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞു വരികയും ചെയ്യുന്ന ഇടയിൽ ഈ മെത്രാപ്പൊലീത്ത ഗോവയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് കീഴുള്ള മെത്രാനാകുന്നോ എന്നും ഇടമനീഷ്പൻ ചോദിച്ചതിന് ഗോവയുടെ മെത്രാപ്പൊലീത്തയുടെ കീഴുള്ള മെത്രാനല്ല, വിശേഷിച്ച് ഗോവയിൽ മെത്രാപ്പൊലീത്ത ഉണ്ടാകുന്നതിന് സ്വല്പം മുമ്പ് അങ്കമാലിയുടെ മെത്രാപ്പൊലീത്ത എന്ന് ചൊല്ലുമാറായിരുന്നത് ഒഴിയെ സൊക്കോത്ര എന്ന ദുരിത്തിലും മൻസീനോ എന്ന മറ്റേ ദുരിത്തിലും തൻ്റെ കീഴിൽ 2 മെത്രാന്മാരുണ്ടായിരുന്നു എന്ന് പഴയ വർത്തമാനത്തിൽ വായിപ്പാനുമുണ്ട്. വിശേഷിച്ചും പറങ്കിമാർ വന്നതിന് ശേഷം പുത്തനായിട്ട് ഇടവകയ്ക്ക് പകുതി ഉണ്ടാക്കി തൻ്റെ കീഴിലുള്ള മെത്രാനെ നഷ്ടം വരുത്തിയെങ്കിലും തനിക്കുള്ള മെത്രാപ്പൊലീത്തത്തിൻ്റെ സ്ഥാനവും മുഷ്കരത്വവും ഇത്ര നേരവും ആരും നീക്കിയിട്ടില്ല എന്നും നീക്കുവാൻ ശ്രമിച്ചാരെ മലങ്കര പള്ളിയിൽ ആയത് സമ്മതിക്കാഴിക കൊണ്ട് അത് സാധിച്ചില്ല എന്നും എന്നതുകൊണ്ട് ഗോവയുടെ കീഴിലുള്ള മെത്രാനല്ല, പിന്നെയോ ഗോവ എന്ന പ്രദേശത്തിനും ഗോവയുടെ മെത്രാപ്പൊലീത്ത ആയിരിക്കുന്നത് പോലെ മലങ്കര പ്രദേശത്തിൻ്റെ മുഷ്കരത്വത്തോടും സ്ഥാനത്തോടും കൂടി നമ്മുടെ മെത്രാപ്പൊലീത്തായും ആയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ ഒന്നും അങ്ങനെയല്ല. മലങ്കരയുള്ള മെത്രാപ്പൊലീത്തായ്ക്ക് കീഴിലുള്ള ആളാണ്, നാമധേയം മാത്രമേ ഉള്ളൂ എന്ന് കൈത്താനോസ് പറയുക. പ്രശ്നം അവിടെ അവസാനിച്ചില്ല. റോമിലേക്ക് പോയി. റോമിൽ ചെന്നപ്പോൾ റോമിലേക്ക് ഇവരെഴുതി. നേരത്തെ തന്നെ ബോർജിയോയ്ക്കും കർദിനാളിനും ഒക്കെ എഴുതുന്നുണ്ട്. കടലാസുകൾ നോക്കി മാർപ്പാപ്പ ആദ്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മാർപ്പാപ്പ സമ്മതിക്കുമ്പോഴും ഏറ്റവും അവസാനത്തിൽ അങ്ങനെ അല്ലാതെ തന്നെ ഉള്ള ഒരു രേഖ മേടിക്കൊണ്ട് കൊടുങ്ങല്ലൂർ അതിരൂപതയായിട്ട് തന്നെ എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഭ ഒരു ഇൻഡിവിജ്വൽ ചർച്ചാണ്,
ഒരു വ്യക്തിസഭയാണ് എന്നതിനെക്കുറിച്ചുള്ള അവബോധം അന്ന് ഉണ്ടായിരുന്നു. സഭയിൽ, ആഗോള സഭയിൽ മിക്കവാറും വ്യക്തിസഭകളെക്കുറിച്ചും സഭകളുടെ കൂട്ടായ്മകളെക്കുറിച്ചുമൊക്കെ നമ്മൾ വത്തിക്കാൻ കൗൺസിലിൽ അതിനുശേഷവുമൊക്കെ പഠിച്ചു വരുമ്പോൾ അതിന് ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അതേക്കുറിച്ച് പഠിക്കാനും പറയാനും പാറേമാക്കലിന് സാധിക്കുന്നുണ്ട്. ഇനി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷനും ഇൻ്റർനാഷണലായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വർത്തമാന പുസ്തകത്തിൽ നോക്കുമ്പോൾ പാറേമാക്കലിന് അങ്ങനെയുള്ള ഒരു ചിന്ത അന്നും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. സഭയുടെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. റോമിൽ മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്ന അപേക്ഷയിൽ സെമിനാരിയെക്കുറിച്ചും വൈദിക പരിശീലനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിശേഷിച്ചും മലങ്കര ഇടവകയിലുള്ള എവങ്കേലിക്കയ്ക്ക് അടുത്ത ഈ പറമ്പ് എത്രയും വിരിവും വിസ്താരവും ഉള്ളതായിരിക്കുന്നതും ഒഴികെ ഇനിയും ഭാരം വിസ്താരം വരുവാൻ സംഗതി വരും എന്നതിനെക്കൊണ്ട് മേൽ പറയപ്പെട്ട വേലക്കാരുടെ എണ്ണം മതിയായി വരികയില്ല. അതുകൊണ്ട് സെമിനാരി തുടങ്ങണമെന്ന് പറയാം. അതായത് ഇപ്പോൾ ഉള്ള സ്ഥലം പോരാ. ഞാൻ പഴയ ഭാഷ തന്നെ വായിക്കുന്നത് അദ്ദേഹം വായിക്കാൻ പുതിയത് എളുപ്പമാണെങ്കിലും പഴയതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പറമ്പല്ല ഉള്ളത്, ഇപ്പോഴത്തെ ഏരിയ മാത്രമല്ല, ഇതിലും വിശാലമായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളുണ്ട്. ആ പ്രവർത്തന രംഗങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ആളുകൾ പഠിക്കുകയും ചെയ്യണം. സെമിനാരി പരിശീലനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം 72-ാം അധ്യായത്തിന് ശേഷം വളരെ ശക്തമായിട്ട് ഇവിടുന്ന് വന്ന പരാതികളോട് പ്രതികരിക്കുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് എന്നെ കാണിക്കണേ, ഞങ്ങളെ വായിക്കാൻ പോലും പഠിപ്പിക്കാതെ സുറിയാനിയുടെ അർത്ഥം പോലും പറഞ്ഞു തരാതെ കുറച്ച് ഓടിച്ച് വായിക്കാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പരിശീലിപ്പിച്ചാൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ട് അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ ഇവരുടെ പരാതികളിൽ വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സലേസ്കിയുടെ കാലത്താണ് നമുക്ക് കൃത്യമായിട്ട് അതിരുകൾ വയ്ക്കുക. 1896 നമുക്ക് പമ്പയും ഭാരതപ്പുഴയും പിന്നെ കിഴക്ക് മലകളും സഖ്യപർവ്വതവും പടിഞ്ഞാറ് കടലും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അതിര് വയ്ക്കുമ്പോഴും ഈ അതിരുകൾക്കപ്പുറത്തേക്ക് സഭയുണ്ടെന്നും സഭയ്ക്ക് പ്രവർത്തിക്കാൻ സ്ഥാനങ്ങളുണ്ട് എന്നും നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പാറേമംഗൽ തോമാ കത്തനാർ. ഇനി സഭയിൽ ആന്തരികമായിട്ടുള്ള ഐക്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഞാൻ ആർച്ച് ഡീക്കനെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നില്ല, കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടതാണ്. ആന്തരികമായിട്ടുള്ള ഐക്യത്തെക്കുറിച്ചും പറയുന്നതും അധികം കടന്നു പോകുന്നില്ല, പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ. അതുകൊണ്ട് പുനരൈക്യത്തിന് ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സഭയിലുള്ളവർ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം കൊടുക്കുകയാണ്. അങ്കമാലിക്കിൽ കൂടിയ പള്ളിക്കാർ കൂടി വന്ന കാര്യത്തിന്മേൽ വിചാരിച്ചു തുടങ്ങുവോളം നമ്മുടെ ജനങ്ങൾ കാട്ടിയതൊക്കെയും പണ്ട് കഴിഞ്ഞ കാരണവന്മാരുടെ ചവിട്ടടികളെ ചേർന്നുകൊണ്ടും നമ്മുടെ ജാതിയുടെ വീര്യത്തിന് തക്കവണ്ണവുമാകുന്നു. എങ്കിലും ഇപ്പോൾ യോഗത്തിലുണ്ടായ വകുപ്പുകളും വന്തികളും പണ്ട് കഴിഞ്ഞ ശ്രേയസ്സുകൾക്ക് അടുത്തതല്ല എന്ന് തന്നെയല്ല, പിന്നെയോ യോഗം കൂടിയ കാര്യത്തിനും ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഒരുമ്പാടിനും അന്തരം വരുത്തുവാൻ തക്കൊരു കാര്യമത്രയാകുന്നു. അതെന്തെന്നാൽ രാജ്യത്വത്തിങ്കൽ പൗതി ഉണ്ടായാൽ ആ രാജ്യതം മുടിവാനുള്ള ലക്ഷണമാകുന്നുവെന്നും വീട്ടിൽ പൗതി ഉണ്ടായാൽ ആ വീട്ടിൻ്റെ നശിപ്പ് കാലമത്രയാകുന്നുവെന്നും ശുദ്ധമാന എവങ്കോലിയോനിൽ മിശിഹ അരുളി ചെയ്തതുപോലെ ഏക മനസ്സോടും ഒരുമ്പാടോടും കൂടെ പുറപ്പെടുവാൻ ന്യായമായിരിക്കുന്ന യോഗത്തിങ്കൽ പൗതി ഉണ്ടാകുന്നതിനാലെ ആയതിൻ്റെ ബലക്ഷയത്തിനുള്ള എത്രയും മതിയായ അടയാളമായിരിക്കുകയും ചെയ്യുന്നു. സഭയിലുള്ള അനൈക്യത്തെക്കുറിച്ചാണ് പറയുക. അന്ന് അങ്കമാലിയിൽ 1777 കൂടിയപ്പോൾ പല അഭിപ്രായങ്ങൾ, പല കാര്യങ്ങൾ, നേതൃത്വമില്ലാത്ത അവസ്ഥ, ഇങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് യോജിപ്പില്ലാത്തതും ഐക്യമില്ലാത്തതുമാണ് സഭയുടെ വളർച്ചക്കുറവിന് കാരണം എന്നാണ് അദ്ദേഹം പറയുക. ആ വളർച്ചക്കുറവിൻ്റെ അഭിപ്രായാന്തരത്തിൻ്റെയും ഐക്യക്കുറവിൻ്റെയും ഫലങ്ങൾ നമ്മൾ അന്നു മുതൽ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. അടുത്ത കാലങ്ങൾ വരെയും തുടർന്നും സഭയിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ ഐക്യം ഉണ്ടാകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ ഓർമ്മ ദിനം നമ്മെ സഹായിക്കേണ്ടതുമാണ്. അതുപോലെ ജാതിക്ക് തലവനുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് അച്ഛൻ ആദ്യം ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഒരു ആർച്ച് ഡീക്കനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല. ഒരു റോമിൽ ചെന്ന ആദ്യകാലത്തിലെല്ലാം അവർ പറയുന്നുണ്ട്, വിദേശ മെത്രാൻ മതി, ഞങ്ങൾക്ക് ഗോവയിൽ നിന്നുള്ള മെത്രാൻ വേണ്ട, ഗോവയിൽ നിന്നുള്ള മെത്രാൻ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള മെത്രാൻ അല്ലാതെ ഒരു സാധ്യതയെക്കുറിച്ച് അവർക്കന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കരിയാറ്റി റോമിൽ പഠിച്ച ആളാണ്, എങ്ങനെയാണ് അവർ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുന്നറിയാം. ഗോവക്കാർ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ലിസ്ബണിൽ തന്നെ താമസിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ മലയാളികൾ ചെന്ന് ചോദിച്ചാൽ മലയാളത്തിന് പെട്ടെന്ന് ഒരു മെത്രാനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർക്കില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ പിന്നീട്
കരിയാറ്റിലിനെ മെത്രാപോലീത്തയായിട്ട് നിയമിച്ചതിന് ശേഷം പാറേമാക്കൽ ഇതിനകത്ത് കുറിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഒരു ആർച്ച് ഡീക്കനെ അന്വേഷിക്കാത്തത് എന്ന്. കാരണം സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു മെത്രാനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് പിന്നെ ആർച്ച് ഡീക്കന് വേണ്ടി പ്രത്യേകം അപേക്ഷ വെച്ചില്ല എന്നാണ് അദ്ദേഹം പറയുക. ഇനി അനൈക്യത്തിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ജാതിക്ക് കർത്തവ്യം ഇല്ലാത്ത സാഹചര്യമാണ് എന്ന്. ഇങ്ങനെയുള്ള നിലയില്ലായ്മയുടെയും ചിഹ്നലിൻ്റെയും അവകാശം എന്തെന്ന് സൂക്ഷിച്ച് കണ്ടാൽ ജാതിക്ക് തലവനില്ലാത്തത് കൊണ്ട് എന്നുള്ളതല്ലാതെ വേറൊരു അവകാശം തോന്നുന്നുമില്ല. അതെന്തെന്നാൽ പണ്ട് കഴിഞ്ഞ ആളുകളുടെ മക്കളും ആ ജാതി തന്നെയും ഇന്നും ആയിരിക്കുന്നതിനാൽ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും കൂടി നോക്കിയാൽ അന്ന് ജാതിക്ക് തലവനുണ്ടായിരിക്കുകയും ഇന്ന് തലവനില്ലാതിരിക്കുകയും ചെയ്യുന്നതൊഴികെ ഇത്ര പോരുന്ന മറ്റൊരു അവകാശം തോന്നുന്നുമില്ല. വേറൊരു കാരണം കാണുന്നില്ലെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും മിഷണറിമാരെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ പൈസച്ചൻ പറഞ്ഞു എല്ലാവരും കുഴപ്പമുള്ളവരല്ല, പക്ഷെ കുറച്ചുപേര് കുഴപ്പമുള്ളവരായിരുന്നു. എന്നാൽ ഇദ്ദേഹം തന്നെ ഒരിടത്ത് വർത്തമാന പുസ്തകത്തിൽ പറയുന്നുണ്ട്, മിഷണറിമാരെക്കുറിച്ച് പറയുമ്പോൾ എത്ര വിശുദ്ധനായ മിഷണറി വന്നാലും മെത്രാനായി കഴിയുമ്പോൾ അവർ നമ്മുടെ സഭയോട് മറുത്ത് പ്രവർത്തിക്കുന്ന ഒരു അവസരമാണ് ഉള്ളത് എന്ന്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം. അതുകൊണ്ട് മിഷണറിമാർ വരുന്ന ഒരു ജാതിക്ക് കർത്തവ്യം വേണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ നിൽക്കുക. ഇനി മറ്റൊരു സ്വഭാവവിശേഷം നമ്മുടെ സഭയുടെ കാഴ്ചപ്പാട്, സഭാത്മകമായ കാഴ്ചപ്പാടിൽ മാർപ്പാപ്പയോടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് ചില സമയത്ത് മാർപ്പാപ്പ പോലും അദ്ദേഹം തൻ്റെ വിചാരത്തിൽ കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്, വിചാരത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം മാർപ്പാപ്പയെ പോലും ചിലപ്പോൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മാർപ്പാപ്പ സഭയുടെ തലവനാണ് എന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹത്തെ അംഗീകരിക്കാനും അദ്ദേഹം പറഞ്ഞാൽ സഭയിൽ നടക്കും എന്ന്, സഭയുടെ തലവനാണെന്നുള്ള ബോധ്യത്തോടെ തന്നെ പ്രവർത്തിക്കാൻ എഴുതാനും പാറേമാക്കലിന് സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, ഏതും ഇളച്ച് മലങ്കരയുള്ള നമ്മുടെ യോഗത്തിൻ്റെ മുൻപാകെ ഞങ്ങൾക്കൊരു കുറ്റവും കൂടാതിരിക്കാനായിട്ട് 6 മാസം അവർ ലിസ്ബണിൽ വന്ന് നോക്കണം. 6 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. 6 മാസം കൂടി കഴിയുമ്പോൾ തങ്ങളാൽ തന്നെ കാര്യത്തിന് ശ്രമിക്കാം എന്നും ഈ ഇടയ്ക്ക് കാര്യത്തിനൊരു തീർച്ച കണ്ടില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ കൈത്താനോസ് ഫരിയയുടെ കൂട്ടത്തിൽ കൂടി അവർ ഫരിയ അദ്ദേഹത്തെ കുറേ പറ്റിച്ചു. പിന്നെ ഈ കാര്യം നടത്തൂല എന്നുള്ള രീതിയിൽ ഗോവക്കാരെവരായിട്ട് വട്ടം കിടക്കുന്ന സമയത്ത് അവസാനം ഇത് മനസ്സിലായി അവർക്ക്. അതുകൊണ്ട് ഫരിയായുടെ കയ്യിൽ നിന്നും മാറിയിട്ട് സ്വതന്ത്രമായിട്ട് 6 മാസം പരിശ്രമിക്കാം. ഇനി അങ്ങനെ ഈ കാര്യത്തിന് തീർച്ച കണ്ടില്ലെങ്കിൽ വച്ചപ്രകാരം ധർമ്മം തെണ്ടിയിട്ടെങ്കിലും തുർക്കിൻ്റെ രാജ്യത്തിൽ ന്യൂ പെർക്കീം എന്ന കൽദായക്കാരുടെ പാത്രിയർക്ക മാർ യൗസേപ്പ് ഇരിക്കുന്നിടത്തോളം ചെന്ന് വല്ല മെത്രാന്മാരെയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ അന്യജനങ്ങളുടെ അടിമയിൽ നിന്നും നിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ശ്രമിച്ചേ മതിയാവൂ എന്ന് അവർ കുറിക്കുക. പക്ഷെ അവിടെ കൽദായ സഭയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാനിവിടെ ശ്രദ്ധ ക്ഷണിക്കുക, അദ്ദേഹത്തിന് പോകുമ്പോൾ അവിടെയും മാർപ്പാപ്പയുമായിട്ട് ബന്ധമുള്ള കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്ന കൽദായ സഭയിലേക്ക് പോകാനാണ് ശ്രമിക്കുക. അല്ലാതെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് മാറിപ്പോയിട്ട് വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയെക്കുറിച്ചല്ല ചിന്തിക്കുക. സഭയിൽ നിന്ന് മാറിപ്പോവുക എന്നതിനേക്കാളും സഭയിൽ നിന്നുകൊണ്ട് സഭയുടെ മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ഒരു പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിയൻ എക്ലേസിയോളജി അദ്ദേഹത്തിൻ്റെ തലത്തിൽ കാണാൻ സാധിക്കും. അവിടെയുള്ള മുഷ്കരത്വം പൊയ്പോകുമോ എന്ന് ഭയപ്പെട്ട് നമ്മുടെ പള്ളികൾക്ക് ഗുണവും നന്മയും വരുന്ന കാര്യങ്ങളിലൊന്നും തൻ്റെ മനസ്സാലെ ചെയ്യുവാൻ പാരം പരാധീനമുണ്ട് എന്നതുകൊണ്ട് മാർപ്പാപ്പയുടെ പ്രമാണവും കൽപ്പനയും ഉണ്ടായാൽ ആയതൊക്കെയും ചെയ്യുവാൻ പോരുമെന്ന് കാണുന്നതുകൊണ്ട് അത്രേ അതായത് ഇവർ മാർപ്പാപ്പയ്ക്ക് ഈ കാര്യങ്ങൾ അയച്ചു. അപ്പോൾ എന്തിനാണ് ഇത് മാർപ്പാപ്പയോട് പറയുന്നത്? ചില കാര്യങ്ങളൊക്കെ മെത്രാന്മാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എന്ന് അദ്ദേഹം കുറിക്കുക. അതിന് കാരണമുണ്ട്. കാരണം മാർപ്പാപ്പ ഇടപെട്ടാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന്. ഇനി അദ്ദേഹം അധികാരത്തെ ബഹുമാനിച്ചിരുന്ന ആളാണ്. മാർപ്പാപ്പയെ അംഗീകരിച്ചിരുന്നു, അതുപോലെ തന്നെ അധികാരത്തെ അംഗീകരിച്ചിരുന്ന ആളാണ്. അധികാരികളുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമല്ലാത്തപ്പോഴും അധികാരികളുടെ വാക്കുകളും അടിസ്ഥാന ക്രൈസ്തവ തത്വങ്ങൾക്കും എതിരാകുമ്പോഴും വളരെ ശക്തമായ ഭാഷയിൽ, കഠിനമായിട്ടുള്ള ഭാഷയിൽ അവരെ വിലയിരുത്തുമ്പോഴും അവർക്ക് വേണ്ട അംഗീകാരവും അനുസരണവും നൽകാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. നമ്മൾ പൈസച്ചൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഭാഗം വായിച്ചതാണ്. നിങ്ങളുടെ തൊലി വെളുത്തത് കൊണ്ടല്ല നിങ്ങളെ അനുഗമിക്കുന്നത്, നിങ്ങൾ മൽപ്പാന്മാരെയും മാതാപിതാക്കന്മാരെയും ഒക്കെ അനുസരിക്കണം എന്ന് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളുടെ ജാതിയിൽ പ്രധാനപ്പെട്ട തരകന്മാരും പട്ടക്കാരും വന്നപ്പോഴൊക്കെ കസേര കൊടുക്കാതിരിക്കുന്ന കാര്യവും നിന്ന് കാല് കഴിച്ച കാര്യവും ആരെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ മുഖം കറക്കുന്ന കാര്യവുമൊക്കെയാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുക. അതുകൊണ്ട് നിങ്ങൾ തട്ടിപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് പറയുക. നിങ്ങളുടെ തൊലി വെളുത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് നിങ്ങൾ അഹങ്കരിക്കുന്നു, നിങ്ങൾ തട്ടിപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. ആ തട്ടിപ്പിൽ നിങ്ങൾ പോകണം. മൽപ്പാന്മാർക്കും കാരണവന്മാർക്കും തമ്പുരാനും
ബഹുമാനം കാട്ടണമെന്ന് പണ്ടേ നമ്മുടെ കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിക്കുകയും മലങ്കരയുള്ള നസ്രാണികളായ ഞങ്ങളും ഈ ശുദ്ധമാന പഠിത്തത്തിന് ഏറെക്കുറവും ഒന്നും വരുത്താതെ പഴയ കാലങ്ങൾ തൊട്ട് ഇന്ന് വരെയും കാത്തുവരികയും ചെയ്യുന്നതിനും പക്കം ഞങ്ങളുടെ ഗുരുവായി നമ്മുടെ വേദത്തിലുള്ള ജ്ഞാനങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വരുന്നവരോട് ഉടയ തമ്പുരാനെ പ്രതി ഈ ബഹുമാനം ഞങ്ങൾ നൽകുന്നു. അപ്പോൾ അനുസരിക്കുന്ന സ്വഭാവവിശേഷത്തോടു കൂടി. ഇനി മറ്റൊന്ന്, വൈദികരുടെ ഒരു പരിശീലനം കൊടുക്കുന്നതിനെക്കുറിച്ച്, സെമിനാരി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സെമിനാരി സ്ഥാപിക്കുന്നതിന് വേണ്ടി പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് നിന്ന് അവരോട് സെമിനാരി സ്ഥാപിക്കാനായിട്ട് സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നവരാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും അതേക്കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് സഹായം. പക്ഷേ കുറേ കൂടി കഴിയുമ്പോൾ 1860കളിൽ ഇന്ത്യയിൽ നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെല്ലാക്കുറിച്ചും പഠിക്കാനായിട്ടൊരു കമ്മീഷൻ വയ്ക്കുന്നുണ്ട് മാർപ്പാപ്പ. അങ്ങനെ പഠിക്കാനായിട്ട് അവർ വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളം, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലേക്കും, സിലോണ് ഒക്കെ. അത് കഴിഞ്ഞ് അവരിവിടെയുള്ള ഈ സഭകളെ 3ആയിട്ടാണ് തരംതിരിക്കുക. 3 തരത്തിലുള്ള വിശ്വാസികളുടെ സമൂഹം. ഒന്ന്, പ്രൊപ്പഗാന്തയുടെ കീഴിലുള്ളത്, അവർ പ്രൊപ്പഗാന്തയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നവർ. 2, ഭദ്രവാദയുടെ കീഴിലുള്ള പള്ളികൾ, അവർക്ക് ദശാംശം കൊടുക്കണം, ആ ദശാംശം കൊണ്ട് ജീവിക്കുന്ന പള്ളികൾ. 3ാമതൊരു കൂട്ടരായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് 2-3 ആർച്ച് ബിഷപ്പുമാരൊക്കെ കൂടി എല്ലാ സ്ഥലത്തോടെയും പോയി കണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നതാണ്. അവരെഴുതിയിരിക്കുക, 3ാമത്തെ കൂട്ടർ സുറിയാനിക്കാർ. ആ സുറിയാനിക്കാർ അവരവരുടെ പള്ളികളെ നടത്താനുള്ള വകുപ്പ് അവർക്കുണ്ട്. അതവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു. അവർ അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 1-ാം വത്തിക്കാൻ സുനദോസിന് പോയപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് 50,000 രൂപ അന്നത്തത് പിരിച്ച് അവരങ്ങോട്ട് പോവുക. ഇവിടെ നിന്ന് മെലാനോ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ 1900-ന് ശേഷമാണ് പിന്നെ വിദേശ പണത്തെ ആഗ്രഹിക്കാനും മോഹിക്കാനും തുടങ്ങുന്നൊരു ചിന്ത വരിക. നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള വിചാരം നമ്മളെ ഡിപ്പെൻഡൻ്റ് ആക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള എഴുതി വെച്ചുകൊണ്ട് മിഷണറിമാരിൽ ചിലർ നടത്തിയ നീക്കത്തിൻ്റെ ഫലമായിട്ട് വൈദിക വിദ്യാർത്ഥികൾ പൈസ കൊടുത്ത് പഠിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇവരെ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആക്കിയാൽ അവർ നമ്മൾ പറയുന്നത് പോലെ ചെയ്യുമെന്ന്. 1900-ന് ശേഷം നടക്കുന്ന കാര്യമാണ്. 1903 2 കാര്യങ്ങൾ ആവശ്യപ്പെടുക. ഒന്ന്, നമ്മുടെ ഒന്നും സുറിയാനി അറിയാൻ പാടില്ലാത്തവരെ പ്രത്യേകിച്ചും പട്ടം കൊടുക്കാനായിട്ട് കൊടുക്കുന്ന നിർദ്ദേശം, അതുപോലെ തന്നെ നോമ്പ് കാലത്ത് ഇറച്ചി തിന്നാനുള്ള അനുവാദം, അങ്ങനെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വൈദിക വിദ്യാർത്ഥികൾക്ക് ശരിയായിട്ടുള്ള പരിശീലനം കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പള്ളിയുടെ ചുറ്റാഴ്മക്കാരെ യോഗ്യമാകും വണ്ണം വളർത്തുവാൻ വേണ്ടുന്ന വരവുകളോടും കൂടെ പഴയ കാലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെമിനാരി വീണ്ടും പുത്തനായിട്ട് പണി ചെയ്യുവാൻ കൽപ്പിച്ചയപ്പാൻ തിരുമനസ്സുണ്ടാകണം. കാരണം അമ്പഴക്കാട് സെമിനാരി ഈശോസഭക്കാർ നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ സെമിനാരി ഇല്ലാത്തൊരു സാഹചര്യം വന്നു. മൽപ്പാനേറ്റുകൾ മാത്രമായി, മൽപ്പാനേറ്റുകൾ പോലും പലതും ഭംഗിയായിട്ട് നടക്കാത്ത സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ സെമിനാരി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് സാഹചര്യങ്ങളില്ലാതെ വന്നപ്പോൾ ആ സെമിനാരി ഒന്നുകൂടി പുനരുദ്ധരിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ആണ് പറയുക. അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണം വിശദമാക്കുന്നുണ്ട്. നമ്മുടെ ഇടത്തുള്ള കലക്കമുക്കയുടെയും മാതാവ് അറിവില്ലായ്മയായതുകൊണ്ട് അത്രേ ആകുന്നതിനെ കൊണ്ടും ആയതിന് നമ്മുടെ മലങ്കരയുള്ള നസ്രാണികളുടെ കിടപ്പ് സൂക്ഷിച്ചാൽ ഒരു പഠിത വീട് പണി ചെയ്യുവാൻ കുറേ ഞെരുക്കമുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞിരിക്കുക കൊണ്ടും ഉണ്ടായിരിക്കുന്നത് പോലെ സെമിനാരി മലയാളത്തിൽ ഉണ്ടാക്കുവാൻ മനോഗുണമുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരി ഉണ്ടാക്കാൻ ആയിട്ട് ഉള്ള പൂക്കോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ പുത്തഞ്ചിറ ഭാഗത്ത്, സാമ്പാളൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന സെമിനാരി അത് നടത്താൻ സാധിക്കാതെ വന്ന സാഹചര്യം ഈശോസഭക്കാർ നിർത്തലാക്കി 1873 തുടർന്ന് സെമിനാരി പരിശീലനം നടക്കാതെ വന്നു. അപ്പോൾ അത് വീണ്ടും തുടങ്ങാനായിട്ട് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുമില്ല. അദ്ദേഹം റോമിൽ വെച്ച് മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്ന എഴുത്തിലും ഇത് തന്നെ ആവശ്യപ്പെട്ട് പറയുന്നുണ്ട്. മലങ്കരയുടെ വകയിലുള്ള ഏവെങ്കിലേക്ക് എടുത്ത ഈ പറമ്പ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എത്രയും വിരിവും വിസ്താരവും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ളവരെ പഠിപ്പിക്കാനും ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സഭ വ്യാപിക്കുമ്പോൾ അവിടെയുള്ളവരെ പരിശീലിപ്പിക്കാനും കൂടുതൽ പേരെ പഠിപ്പിക്കണം എന്ന്. ഇനി അവിടെ കൊണ്ട് അവസാനിക്കാതെ റോമിൽ പറയുന്നുണ്ട്, റോമിൽ കൊടുക്കുമ്പോൾ ഈ പ്രദേശത്തിനടുത്ത സൂനകദോസ് കൂടുമ്പോൾ വരാപ്പുഴയുള്ള സെമിനാരിക്ക് നല്ല അടിസ്ഥാനം കൊടുത്ത് ഈ സെമിനാരിയുടെ കൈകാര്യം ചെയ്യുവാൻ മലയാൻ ജാതിയിലുള്ള 2 പട്ടക്കാരെയും കൽപ്പിച്ച് ഏറ്റവും സൗഖ്യത്തിന് കാറ്റും വെള്ളവും നല്ല സ്വസ്ഥതയുമുള്ള ഒരിടം തിരഞ്ഞെടുത്ത് അവിടെ സെമിനാരിയും പണി ചെയ്ത് ഒട്ടും ഒരു നിലയും ഉറപ്പും കൂടാതെ ഇപ്പോൾ ഇവിടെയും അപ്പോൾ അവിടെയും ഇങ്ങനെ എത്രയും ഉൾക്കളവും ഭാഷിതവുമായിട്ട് ഇത്രപ്പോഴും പകർത്തി വരുന്ന പകർച്ചകളൊക്കെയും നീക്കുവാൻ എത്രയും വേണ്ടിയിരിക്കുന്ന കാര്യം എത്രയാകുന്നു എന്നാണ് അദ്ദേഹം പറയുക. ഇനി അവിടെ അഭിപ്രായം കൊണ്ട് മാത്രം അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹം ഗവർണറായിട്ട് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ റോമിൽ നിന്നും പഠിച്ചു വന്ന 2 പേരുണ്ട്, ശങ്കുരിക്കിലച്ചനും
മറ്റ് ഒരു അവിടെ പഠിച്ചു വന്നിരുന്ന ആൾ. അവർ രണ്ടുപേരെയും കൃത്യമായിട്ട് സെമിനാരി വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കാനായിട്ട് അദ്ദേഹം ഏൽപ്പിച്ചാക്കുകയാണ്. പൂക്കോട്ട സെമിനാരി നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അത് ടിപ്പു സുൽത്താൻ അക്രമമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് കൽപ്പറമ്പിലേക്ക് വീണ്ടും സെമിനാരി മാറ്റി സ്ഥാപിക്കാനായിട്ട് ശങ്കൂരിക്കൽ അച്ഛനെയും അങ്കമാലിയിൽ അടുത്ത ആളെ നിയമിച്ചുകൊണ്ട് മൽപ്പാനേറ്റുകൾ അറിവുള്ളവരുടെ കീഴിൽ വീണ്ടും നന്നായി സെമിനാരി പരിശീലനം നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. വീണ്ടും 1791-ലും 95-ലും അദ്ദേഹം തൻ്റെ ഗവർണറായിരിക്കുമ്പോൾ തൻ്റെ ഇടവകയിലെ വൈദികർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നല്ല ജീവിതത്തിൽ നയിക്കുന്നതിനും അതുപോലെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ദൈവവചനം ശരിയായി വ്യാഖ്യാനിച്ചു കൊടുക്കാനും ഇങ്ങനെ തുടങ്ങിയുള്ള നിർദ്ദേശങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള താല്പര്യത്തിൽ കാണുന്നത് ആരാധനക്രമത്തെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തിസഭയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരാധനക്രമമാണെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് സഭയിൽ നിലവിലിരുന്ന ആരാധനക്രമത്തിൽ മാറ്റം വരുത്തിയതാണ് ലത്തീൻ സഭയെ മിഷണറിമാരുമായിട്ട് അഭിപ്രായമുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. സുറിയാനി സഭ എന്ന പേര് തന്നെ സുറിയാനി ഭാഷയിൽ ആരാധനക്രമം അനുഷ്ഠിച്ചുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ പോർച്ചുഗീസ് മിഷണറിമാരുടെ കാലം മുതൽ ഈ ആരാധനക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൂനംകുരിശിലേക്ക് വരെ എത്തി നിൽക്കുന്നതാണ്. അകത്തള്ള വന്നതുകൊണ്ട് മാത്രം ഉണ്ടായ പ്രശ്നമല്ലാതെ, അകത്തള്ള വന്നതുകൊണ്ട് പെട്ടെന്നുണ്ടായ കാരണം. അതിനു മുമ്പ് തന്നെ ആർച്ച് ഡീക്കൻ്റെ സ്ഥാനം കളഞ്ഞതും അതുപോലെ ആരാധനക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും ലത്തീൻ ആചാരക്രമങ്ങൾ ഒരു പ്രത്യേക ബോധ്യങ്ങളൊന്നും കൂടാതെ പ്രത്യേകമായിട്ട് കൊടുത്തതും ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുണ്ട്. ബയ്യയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് അവരോട് നിങ്ങൾ ലത്തീൻ ഭാഷ പഠിക്കാം, അല്ലെങ്കിൽ ലത്തീനിൽ കുർബാന ചെല്ലാനായിട്ട് ഞാൻ ഒരാളെ വെച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതിനെക്കുറിച്ച് പയസച്ചൻ പറഞ്ഞു. വിശേഷിച്ചും കുർബാന കഴിഞ്ഞതിന് ശേഷം മെത്രാപ്പോലീത്ത മൽപ്പാനെ വിളിച്ച് ഈ നിങ്ങളുടെ കുർബാനക്രമം യൂറോപ്പായിൽ എങ്ങും നടന്നു വരാത്ത ക്രമമാകുന്നതിനെ കൊണ്ട് ഈ ക്രമത്തോടുകൂടെ നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങളെ ആരും കൈക്കൊള്ളുമെന്ന് തോന്നുന്നില്ല. എന്നതുകൊണ്ട് ഈ ക്രമം മാറ്റുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആയതിന് ഞാൻ അനുവാദം തന്ന് ലത്തീൻ ക്രമത്തിലുള്ള അടവ് പഠിപ്പിക്കുവാൻ ഒരു പട്ടക്കാരനെ കൽപ്പിക്കാമെന്ന് പറഞ്ഞാറേ കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഒരു നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ക്രമം മാറ്റുവാനുള്ളതിന് ഞങ്ങളുടെ ദിക്കിൽ ഈ ക്രമം അത്രയും നടന്നു വരുന്നത് കൊണ്ടും ഞങ്ങൾ ആയതിൽ പിറന്നതുകൊണ്ടും ഞങ്ങൾക്ക് ചിതമല്ല എന്ന് ഉത്തരിക്കുകയും ചെയ്തു. ഞാനത് വീണ്ടും പറയാനുള്ള കാരണം റീത്തിനെക്കുറിച്ച് നമ്മുടെ റൈറ്റ് ഇൻഡിവിജ്വൽ സഭയിൽ അംഗമാകുന്ന ജനനത്തോടെയാണെന്ന് പയസച്ചൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ റീത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനക്രമം അതിൽ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് അവർ ആരാധനക്രമം അത് തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ വീണ്ടും റോമിൽ ചെല്ലുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ പ്രാർത്ഥന പുസ്തകങ്ങൾ പലതും പകർത്തി എഴുതിയിട്ടുള്ളതാണ്, അച്ചടിച്ച പുസ്തകങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പല പുസ്തകങ്ങളിൽ ഒത്തിരിയേറെ തെറ്റുകളുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കൊടുത്ത എഴുത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമെന്നെ ഈ സെമിനാരിക്കാരുടെയും ഈ ഇടവകയിലുള്ള മറ്റു പട്ടക്കാരുടെയും പെരുമാറ്റത്തിന് കൽതായ പേർപ്പിലുള്ള ശുദ്ധമാന പുസ്തകങ്ങളും നമസ്കാര പുസ്തകങ്ങളും മതിയാം വണ്ണം തന്നയപ്പാനെങ്കിലും ആയതല്ലെങ്കിൽ അവിടെ തന്നെ അച്ചടി ഉണ്ടാകുവാനായിട്ട് ആയതിന് വേണ്ടുന്ന എഴുത്തുകളുടെ പ്രകൃതി മനോഗുണമായിട്ട് കൽപ്പിച്ചു തരുവാനെങ്കിലും വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുസ്തകങ്ങൾ ആരാധനക്രമ പുസ്തകങ്ങൾ മാറ്റങ്ങൾ വരുന്നു, കൈയെഴുത്തുകൊണ്ട് അതിൽ പല കാര്യങ്ങളും ആവശ്യമില്ലാതെ കടന്നു വരുന്നത് കൊണ്ട് കൃത്യമായിട്ട് പുസ്തകങ്ങൾ ഉണ്ടാവണം, ആരാധനക്രമ പുസ്തകങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയാണ്. അതെന്തെന്നാൽ കുറേ കുർബാന തക്സാകൾ ഒഴികെ ശേഷം അവിടെയുള്ള പുസ്തകങ്ങളൊക്കെയും എഴുത്തായിരിക്കുന്നതിനാം പക്കം വളരെ വളരെ പിണക്കങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് പെരുമാറുവാൻ കൊള്ളരുതാത്തത് അത്രയാകുന്നു. റോമിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ആ സമയത്തുണ്ടായില്ല. പക്ഷേ അവർക്ക് കുറേ പുസ്തകങ്ങൾ 8 പെട്ടി പുസ്തകം അവർ കൊണ്ടുവരുന്നുണ്ട്. 8 പെട്ടി പുസ്തകങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് കിട്ടുന്നത് അവർക്ക് പോർച്ചുഗലിൽ നിന്നാണ്. പോർച്ചുഗലിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. പോർച്ചുഗലിൽ പുതിയ രാജ്ഞി വന്നപ്പോൾ, ദൊണ്ണ മരിയ വന്നപ്പോൾ അവരുടെ ആ പണ്ടകശാലയിൽ ഒത്തിരി പഴയ സാധനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് കൊടുത്തേക്കുക, അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് കൊടുത്തേക്കുക, ഉടമസ്ഥന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുക, ഉടമസ്ഥന്മാരില്ലെങ്കിൽ വിറ്റ് കാശ് മേടിക്കുക. അങ്ങനെ തീരുമാനിച്ചു, ഒരു ശുദ്ധികലശം നടത്താനായിട്ട്. അങ്ങനെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും അവർ ഉടമസ്ഥന്മാർക്ക് കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ ആളില്ലാത്ത ഒരു കെട്ട്, ഒരു പെട്ടി, ഒരു പെട്ടകം എന്നാണ് പറഞ്ഞിരിക്കുക, അവിടെ കിടക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അറിയാൻ പാടില്ലാത്ത ഭാഷയാണ്. അപ്പോൾ അതേക്കുറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ ലിസ്ബോയിൽ പാർത്തു വരുന്ന ഈ നാളുകളിൽ ഈ വസ്തുക്കളൊക്കെയും കണ്ട് ശോധന പാർക്കുന്നപ്പോൾ മലയാള എഴുത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു പെട്ടകം കണ്ടെത്തിയാറേ ഈ എഴുത്ത് ഏത് നാട്ടിൽ നടന്നു വരുന്ന എഴുത്താകുന്നു എന്നും അവിടെയുള്ള ആളുകൾ ആരും അറിയാത്തത് കൊണ്ടും ആയത് വിൽക്കത്തക്കവണ്ണം നിശ്ചയിച്ചിരിക്കുന്നു എന്ന നേരത്ത് ഈ ശോധനക്കാരനിൽ ഒരുതൻ മേൽപ്പറഞ്ഞ ലൂയിസ് അന്തോണി ആകുന്നതിനെ കൊണ്ട് അവരുടെ പരിചയക്കാരനാണത്. ഒരു ദിവസം വർത്തമാനമായിട്ട് ഇങ്ങനെ ഒരു പെട്ടകം കണ്ടെത്തിയെന്നും ആയത് എന്തൊരു എഴുത്ത് എന്നും മുതലാളി ആരെന്നും അറിയായക കൊണ്ട്
വിൽപ്പാൻ ഭാവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചാറേ. പക്ഷേ ഞങ്ങളുടെ എഴുത്തിലുള്ള പുസ്തകങ്ങളായിരിക്കുമെന്ന് മൽപ്പാൻ പറഞ്ഞ് ഒട്ടും താമസം കൂടാതെ പിറ്റേ ദിവസം തന്നെ ലൂയിസ് അന്തോണിയോട് കൂടെ മൽപ്പാൻ തന്നെ പോയി പുസ്തകങ്ങൾ കണ്ടപ്പോൾ മലയാൻ എഴുത്തിലുള്ള ഓത്തിൻ്റെ അർത്ഥങ്ങളാകുന്നു എന്നും പ്രൊപ്പഗാന്തയിൽ നിന്നും വന്നതാകുന്നു എന്നറിയുകയും ചെയ്ത ശേഷം ഈ അവസ്ഥ മനുഷ്യത്തോട് അറിയിക്കുകയും നുൻഷെ അവരറിയിച്ചു. മനുഷ്യവും ഉടൻ തന്നെ ശ്രമിച്ച് പെട്ടകം മേടിച്ചും കൊണ്ട് ഈ പെട്ടകത്തിൻ്റെ അവസ്ഥമേൽ താനും മൽപ്പാനും റോമായിക്ക് അറിയിച്ചാറേ ഈ പുസ്തകങ്ങളും കൂടെ ഞങ്ങളുടെ പക്കൽ എടുപ്പിക്കത്തക്കവണ്ണം കർദിനാളിൻ്റെ സാധനം വരികയും ചെയ്തു. എന്നിട്ട് അവർ പോരുമ്പോൾ ഇങ്ങനെ പ്രൊപ്പഗാന്തയുടെ കൽപ്പനയാൽ ഞങ്ങൾക്ക് കിട്ടിയ പുസ്തകങ്ങളുടെ പെട്ടകങ്ങൾ 8 ലിസ്ബോവായിൽ നിന്നും ഇന്ത്യയ്ക്കുള്ള യാത്ര പുറപ്പെടുവോളം അവിടെ നിക്കോളാസ് കൊർണേലിയുടെ വീട്ടിൽ വെച്ചിട്ട് പോരുമ്പോൾ അവർ ഈ പുസ്തകങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോരുക. അതായത് പ്രാർത്ഥനകളും അവയുടെ അർത്ഥങ്ങളും എല്ലാം ചേരുന്ന പുസ്തകങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ വരിക. ഇങ്ങനെ ഞാൻ വളരെ ചുരുക്കത്തിൽ ഈ പാറേമക്കൽ ഗവർണറുടെ സഭയുടെ സഭാത്മകമായിട്ടുള്ള കാഴ്ചപ്പാട്, സഭയെക്കുറിച്ച്, ആർച്ച് ഡീക്കനെക്കുറിച്ചും സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചും എല്ലാം നമ്മൾ നേരത്തെ കണ്ടു. വളരെ ചുരുക്കത്തിൽ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഗവർണറുടെ ഈ വർത്തമാന പുസ്തകം പലപ്പോഴും പിന്നീട് വന്ന മിഷണറിമാർക്ക് ഒരു ശല്യമായിട്ടാണ് അനുഭവപ്പെട്ടത്. അവർ ഭീതിയോടുകൂടിയാണ് ഈ പുസ്തകത്തെ കണ്ടത്. അതുകൊണ്ട് ഈ പുസ്തകം ആരും വായിക്കരുത് എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പൈസച്ചൻ പറഞ്ഞ് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ രോമം എഴുന്നേക്കുമെന്ന്. അപ്പോൾ ആവേശത്തോടു കൂടി ഈ പുസ്തകം വായിച്ചവരാണ് പിന്നീട് സഭയിൽ നേതൃത്വം കൊടുക്കാനായിട്ട് തയ്യാറായത്. ആവേശത്തോടു കൂടി, ആവേശം കൂടാതെയും വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും ഈ പുസ്തകം വായിക്കാത്ത അവസരം ആളുകളും നമ്മുടെ സഭയിലും ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ ആവേശമൊന്നും തോന്നാത്തത്. ഈ പുസ്തകം 1850-കൾക്ക് ശേഷം 70-കളിൽ ഈ പുസ്തകം ഇവിടെ പലരും വായിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ പിണക്കങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വരാപ്പുഴ സെനഡ് കൂടിയിട്ട് അവർ ആരും ഇത് വായിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുന്നു. അതുകൊണ്ടാവണമെന്ന് പറയുക, ഇതിൻ്റെ ചില കോപ്പികളെങ്കിലും അവർ വായിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മർസലിനോസ് മെത്രാൻ വായിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. അതെവിടെ പോയി എന്നറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആ പുസ്തകം ഇവിടുന്ന് വീണ്ടും റോമിലേക്ക് അവർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. റോമിലേക്ക് എഴുതിയപ്പോൾ പറഞ്ഞു അതുപോലെ ഇത്രയും പിണക്കങ്ങളുണ്ടെങ്കിൽ ഇത് മുടക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ പുസ്തകം ഇൻഡെക്സിൽ വെക്കുക, പുസ്തകം വായിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകത്തിലൂടെ നൽകുന്ന കാഴ്ചപ്പാടുകൾ, പുസ്തകമല്ല, പുസ്തകത്തിൽ കൂടി നൽകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് സഭയെക്കുറിച്ചും സഭാത്മക ജീവിതത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും എങ്ങനെ ഐക്യത്തോടുകൂടി ജീവിക്കണമെന്നതിനെക്കുറിച്ച് അതേക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സഭയിൽ ചരിത്രത്തിൻ്റെ ഒരു അവബോധം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വരിക. നമുക്ക് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഇതുപോലുള്ള ആളുകളെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. വളരെ ചുരുക്കം നമ്മളിങ്ങനെ ഒരു സിമ്പോസിയമൊക്കെ നടന്ന് കാര്യങ്ങൾ അവസാനിക്കും. എനിക്ക് തോന്നുന്നില്ല സഭയിലെ പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്മാരകമോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പാറേമക്കലിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ടോ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം സഭയുടെ തലത്തിലല്ലാത്തൊരു സ്ഥലമുണ്ട്. തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയുടെ അവർ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്, പേരുകൾ, ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ചെന്ന് നോക്കിയാൽ അവിടെ 2 പ്രമുഖരായിട്ടുള്ള നമ്മുടെ വൈദികരുടെ ചിത്രമുണ്ട്. ഒന്ന് പാറേമക്കൽ ഗവർണർ, മറ്റൊന്ന് നിധിരി മാണിക്കത്തനാർ. 2 പേരും ഒരു കാലയളവിൽ, ഒരു കാലഘട്ടം വരെയും സഭയിൽ പ്രത്യേകിച്ചും അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ടാണ് പക്ഷേ സഭയുടെ നേതൃത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും കാര്യങ്ങൾ തുറന്ന് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്വീകാര്യമല്ലാതെ വരും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നടക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ നടക്കണമെങ്കിൽ അതിനെതിരായിട്ട് പറയുന്നവർ നിശബ്ദമാകേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ പൈസച്ചൻ പറഞ്ഞപ്പോൾ കണ്ടു, വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ബയ്യായിൽ നടന്നത് വിജയിച്ചു, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസിൽ നടന്ന വിപ്ലവത്തിന് ഫലങ്ങളുണ്ടായി, പരിണത ഫലങ്ങളുണ്ടായി, ഗോവയിൽ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴേക്കും വർത്തമാന പുസ്തകത്തിൽ മാത്രമായിട്ട് ചെറിയൊരു വർത്തമാനമായി അത് അവസാനിച്ചു. ഇപ്പോൾ വീണ്ടും വലിയ വർത്തമാനമായിട്ട് വരുന്നു. അപ്പോൾ കാരണം അത് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ മാർഗം പലപ്പോഴും വാളെടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ചരിത്രത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടോയൻ ബി പറഞ്ഞതിനെക്കുറിച്ച് കുടപ്പഴച്ചൻ ആദ്യം പറഞ്ഞു.
സമൂഹത്തിൻ്റെ ഒരു ചരിത്രം അറിയാത്ത സമൂഹം അധപതിക്കുമെന്ന്. ഒരു പക്ഷേ ഒരു ദീർഘകാലത്തേക്കെങ്കിലും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്, കത്തോലിക്ക സഭയ്ക്ക്, സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ വളരാനും ആഗ്രഹിച്ചതുപോലെ എത്തിപ്പെടാനും സാധിക്കാതെ പോയെങ്കിൽ അതിന് കാരണം നമുക്ക് ചരിത്ര അവബോധമില്ലാത്ത പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ പ്രവർത്തിച്ച കുറേയേറെ ആളുകളുണ്ട്, ഒന്നും രണ്ടും പേരല്ല. അവരൊക്കെ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെയോ അല്ലെങ്കിൽ വേണ്ട പരിഗണന കൂടാതെയോ ഒക്കെ കടന്നു പോകാനും ഉറങ്ങിപ്പോകാനും ഒക്കെ കാരണമാവുക. അതിന് ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ സഭയെക്കുറിച്ച് പഠിക്കാനും സഭയുടെ ചരിത്രം മനസ്സിലാക്കാനും, ചരിത്രം ഇത് വെറും കുറേ കടലാസുകളിൽ കാണുന്ന കുറേ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പറയമാക്കൽ എഴുതിയിരിക്കുന്നു വൈകാരികമായിട്ട് കുറേ കാര്യങ്ങൾ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് കാണാതെ ഒരു സഭയുടെ കാഴ്ചപ്പാടാണെന്നും വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹമെന്നും ഉള്ള ബോധ്യത്തോടു കൂടി അതിനെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് പാറേമാക്കലിൻ്റെ ആ മാഹാത്മ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം വെറും ഒരു വിപ്ലവകാരി മാത്രമല്ല, വിപ്ലവമായ ആശയങ്ങൾ പറയുകയും അല്ല ചെയ്തത്. അതോടൊപ്പം തന്നെ വിശ്വാസത്തോടു കൂടി ജീവിക്കുകയും വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും അതുപോലെ സഭയോടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വീണ്ടും ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഈ വർത്തമാന പുസ്തകം വായിക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും ഇവിടെ ഇരിക്കുന്ന കുറേ പേരെടുത്താൽ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 25 വർഷം കഴിയുമ്പോഴേക്കും, അടുത്ത ജൂബിലി ആകുമ്പോഴേക്കും ഇതേക്കുറിച്ച് കൂടുതൽ അവബോധത്തോടെ നമുക്ക് കൂടാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. നിങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ വളരെ ചുരുക്കത്തിൽ സമയത്തിൻ്റെ പരിമിതികളും എല്ലാം വെച്ചിട്ട് മുക്കാലം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഓടിച്ച് എത്തുകയായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങളുടെ ക്ഷമയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വാരികാട്ടച്ഛന് പ്രത്യേകമായ അഭിനന്ദനങ്ങളും നന്ദിയും വികാസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയും ശ്രീമാൻ എം ജയിക്കും കല്ലറഞ്ഞാട്ട പിതാവും 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാമപുരത്ത് ഒരു മഹാസമ്മേളനം നടത്തിയപ്പോൾ നൽകിയ നേതൃത്വത്തെ ഞാൻ വളരെയധികം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാർ കരിയാറ്റയുടെ 200ാം മെത്രാഭിഷേകത്തിൻ്റെ വാർഷികം രാഷ്ട്രപതി സെയിൽ സിംഗിനെ കൊണ്ടുവന്ന് ഇവിടെ നടത്താൻ കാരണക്കാർ ജേക്കബ് സാറും പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയും മരിച്ചുപോയ നന്നത്തെ വികാരി എമ്മാനുവൽ ചെറുകിടക്കുന്നേരും അന്നിവിടെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കല്ലറഞ്ഞാട്ട് പിതാവുമായിരുന്നു. അവരുടെ ആ ശ്രമത്തിൻ്റെ ഫലമായി പിന്നീട് ഗവർണറെപ്പറ്റിയും കരിയാറ്റയെപ്പറ്റിയും നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല സമ്മേളനങ്ങളും നടത്താൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ സംഗതിയാണ്. ഇന്നിവിടെ നമ്മുടെ കുന്നേലച്ചൻ വന്നിട്ടുണ്ട്. കുന്നേലച്ചൻ്റെ കാലത്താണ് 200ാമത് വാർഷികം, ചരമവാർഷികം ഗവർണർ ഡേ ഇവിടെ വെച്ച് നടത്തിയത്. സീറോ മലബാർ സഭയിലെ 27 വൈദിക മേലധ്യക്ഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാക്കനാട് ആരംഭിച്ച ആ ജൈത്രയാത്ര ഒരാഴ്ച നീണ്ടു നിന്ന് ഇവിടെ വന്ന് സമാപിച്ചപ്പോൾ 14 വൈദിക മേലധ്യക്ഷന്മാർ പങ്കെടുത്തു. അതിൻ്റെ ചലനങ്ങളും ഇവിടെ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു. മാത്യുവും അടുത്ത കുന്നേലച്ചനും ഇവിടെ വികാരിയായിരുന്നപ്പോൾ മാർ കരിയാറ്റയുടെ 200ാം ചരമവാർഷികവും ഗവർണറുടെ 250ാം ജന്മദിനവും 14 വൈദിക മേലധ്യക്ഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാമപുരത്ത് നടത്തുകയുണ്ടായി. ഇങ്ങനെ പല മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നേതൃത്വം നൽകിയ ആ പ്രതിഭകളെയെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. അതിൻ്റെ ചലനങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലക്കടത്തിലച്ഛൻ പൈസച്ചൻ്റെയും വാരികാട്ടത്തിൻ്റെയും പ്രബന്ധങ്ങൾ കൊണ്ട് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാനും സഭ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും ഇന്ത്യൻ ദേശീയ നവോത്ഥാനത്തിൻ്റെ വളർച്ചയിൽ നാം വഹിച്ച പങ്കിൽ അഭിമാനം കൊള്ളുവാനും സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. തച്ചിൽ മാത്തുതിരകനെ പറ്റി നാം പറഞ്ഞു. അദ്ദേഹം ഒരൽമയനായിരുന്നു. ഈ റോമാ യാത്രയ്ക്ക് വേണ്ടിയും തിരിച്ച് ഗവർണർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ മെത്രാനാക്കുന്നതിന് വേണ്ടിയും വളരെയധികം പരിശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു തച്ചിൽ മാത്തുതിരകൻ. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ പ്രവർത്തിക്കുകയും ധാരാളം പണം സംഭാവന ചെയ്യുകയും ചെയ്ത ഒരാളായിരുന്നു പൂതത്തിൽ ഇട്ടിക്കുരുവളത്തരകൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യന്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൺമറഞ്ഞ മഹാരഥന്മാരെ ആദരിക്കുന്നതിനും അവരെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടതാണ് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. നമ്മുടെ കുന്നേലച്ചനവിടെ ഇരുന്ന കാലഘട്ടത്തിൽ ഗവർണറുടെ വർത്തമാന പുസ്തകം ലളിതമായ ഭാഷയിൽ
കുട്ടികൾക്ക് വേണ്ടി അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമം നടന്ന് വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്കായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും പല പരിപാടികളും നടക്കാനുള്ളത് കൊണ്ട് വാരികാട്ടച്ഛന് പ്രത്യേകമായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പാറേമാക്കൽ തോമ ഗോവർണദോറിന്റെ സഭാത്മക ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് പേപ്പർ അവതരിപ്പിച്ച ഡോക്ടർ ചെറിയാൻ വാരിക്കാട്ടച്ചനും ഈ സെഷൻ മോഡറേറ്റ് ചെയ്ത ശ്രീ ജോൺ കച്ചിറമറ്റം സാറിനും നന്ദി. ഈ സിംബോസിയത്തിന്റെ സമാപന സന്ദേശം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും ആധ്യാത്മികവുമായ രൂപതയുടെ സമഗ്ര വളർച്ചയെ മുന്നിൽ കണ്ട് സമർത്ഥമായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ദൈവശാസ്ത്രജ്ഞനായ പിതാവിനെ സമാപന സന്ദേശത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, ആദരണീയനായ ജേക്കബ് സാറെ, ഇന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച പൈസച്ച ചെറിയാനച്ച, അതിനു വേണ്ട വിശദാംശങ്ങൾ നൽകിയ ഞങ്ങളുടെ ഗുരുഭൂതൻ കൂടിയായ കുടപ്പുഴയച്ച, എസ് മാത്യു അച്ച, കച്ചിറമറ്റം സാറെ, ഈ പഠന സിംബോസിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട മുരിക്കനച്ച, മറ്റു വൈദികരെ, സമർപ്പിതരെ, സഹോദരങ്ങളെ, നമ്മളുടെ ഈ ഒരു ദിവസത്തെ പഠന പരമ്പരയുടെ ആദ്യ ഭാഗത്തിൻ്റെ സമാപനം ഇവിടെ കുറിക്കുകയാണല്ലോ. ഇതുപോലുള്ള ഒരു കൂടിവരവ് ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് നമ്മൾ തയ്യാറെടുത്തത്. അതിൻ്റെ പ്രാരംഭ ചിന്തകൾക്ക് തന്നെ കച്ചിറമറ്റം സാറും ഇവിടുത്തെ വികാരീച്ഛനുമെല്ലാം വളരെയേറെ സംഭാവനകൾ ചെയ്തിരുന്നു. ദൈവകൃപ കൊണ്ട് നമുക്ക് ഈ സിംബോസിയത്തിന് നമ്മളുടെ സഭയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെയാണ് നമുക്ക് കിട്ടിയത്. സഭ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പൈസച്ചനും ചെറിയാനച്ചനും നമ്മളുടെ സുറമലബാർ സഭയുടെ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളും വളരെ വലിയ ശൈക്ഷണികമായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വ്യക്തികളാണ്. ഞാൻ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക.